രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? പ്രതിപക്ഷം ഇവിടെ എരമ്പിക്കേറി വന്നില്ലേ? 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് 27-ാം തീയതി 28-ാം തീയതി 29-ാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. എന്തേ നിങ്ങൾ 29 അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല? എന്തേ നിങ്ങൾ സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല? നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ BJPക്ക് എതിരാണെങ്കിൽ നിങ്ങൾ എന്തേ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല? അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെയല്ലേ തെളിയിക്കുന്നത്? ദിവസങ്ങൾക്ക് മുൻപ് ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരായി BJP നേതാവ് നടത്തിയ ഭീഷണി പരാമർശം സഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചപ്പോഴും പ്രതിപക്ഷത്തിന് ശോഭിക്കാനായില്ല. മന്ത്രി P. രാജീവിൻ്റെ മറുപടിയിൽ ഉത്തരമില്ലാതെ പോയ പ്രതിപക്ഷ നേതാവിനെയാണ് കണ്ടത്. രാഹുൽ ഗാന്ധിക്കായി തെരുവിൽ ഒരു പന്തം കൊളുത്തി പ്രകടനം പോലും നടത്താതെ ദിവസങ്ങൾക്കു ശേഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം പോലും ഒരു അടിയന്തര പ്രാധാന്യവും കാണുന്നില്ലെന്ന രാഷ്ട്രീയം സഭയിൽ വെളിപ്പെട്ടു. സഭയ്ക്ക് പുറത്തെ രാഷ്ട്രീയവും പ്രതിപക്ഷത്തിന് ശുഭകരമല്ല. NSS ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്നു. VD സതീശൻ്റെ നടപടികളിൽ നേതാക്കൾക്കുള്ള അതൃപ്തിയും തെളിയുന്നു. നേതാക്കൾ പോകുന്നതിലെ അതൃപ്തി സതീശൻ്റെ വാക്കുകളിലുമുണ്ട്. സണ്ണി ജോസഫും നേതാക്കൾ പോയത് വ്യക്തിപരമാണെന്ന് പറയുന്നു. അടിമുടി എല്ലാ വിഷയങ്ങളിലും അടിതെറ്റിയ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ബാധ്യതയാകുന്നത് ആർക്കൊക്കെയാണ്? പ്രതിസന്ധികളിൽ കോൺഗ്രസിന് കരകയറ്റമുണ്ടോ? ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് SK സജീഷ് CPIM, നിജേഷ് അരവിന്ദ് കോൺഗ്രസ്, A. സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ആദ്യം നിജേഷ് അരവിന്ദിലേക്ക്. നിജേഷ്, ഈ വിഷയത്തിൽ മന്ത്രി P. രാജീവ് സഭയിൽ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? സഭ ഇന്നലെ ആരംഭിച്ചു, ഇന്നലെ അടിയന്തര പ്രമേയമില്ല, സബ്മിഷനില്ല, ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം. ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കണ്ട് പ്രതിഷേധ പരിപാടികൾ പോലും സംഘടിപ്പിക്കാൻ കഴിയാതെ നിന്ന നിങ്ങൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടല്ലേ ഇന്നൊരു അടിയന്തര പ്രമേയമായി അത് കൊണ്ടുവന്നത്? പ്രതിപക്ഷം പോലും ഗൗരവത്തോടെ കാണുന്നില്ല എന്നുള്ളതല്ലേ അതിലൂടെ നേരിടുന്ന പ്രധാനപ്പെട്ട പഴി പ്രതിപക്ഷത്തെ സംബന്ധിച്ച്? ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെതിരെ BJPയുടെ ചാനൽ വക്താവ് ഒരു പരാമർശം നടത്തുന്നു. രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വെടിയേറ്റു കഴിഞ്ഞാൽ എന്ന രീതിയിലുള്ള പരാമർശം വരുന്നു. പിറ്റേ ദിവസം കോൺഗ്രസ് നിയമപരമായി അതിന് പരാതി കൊടുക്കുന്നു. അതിനടുത്ത ദിവസം തെരുവിൽ എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധത്തിൽ പങ്കാളിയാവുന്നു. സ്പീക്കർക്ക്, ആഭ്യന്തരമന്ത്രിക്ക് AICCയുടെ ജനറൽ സെക്രട്ടറി പരാതി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു തലത്തിൽ നിയമപരമായ പരാതി പോകുന്നു, മറുഭാഗത്ത് ഒരു പ്രതിഷേധം, അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാകുന്നു. സ്വാഭാവികമായി ഇന്നലെ ചേർന്ന സഭയിൽ ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്നലെ ചേർന്ന സഭയിൽ ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അതെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങളതൊരു രാഷ്ട്രീയ പ്രശ്നമായി അവതരിപ്പിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ UDFനെ അടക്കം വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങൾ അതൊരു വലിയ വാർത്തയായി കൊണ്ടുവന്നേനെ. ആ നിലയിലേക്ക് അതിനൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംഘടനാപരമായ നേതൃപരമായ പരാജയമല്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ നിയമസഭ ചേരുമ്പോൾ ഇന്നലത്തെ അടിയന്തര പ്രമേയമായി അത് അവതരിപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. നിങ്ങൾ തന്നെ പറയുന്നു ദിവസങ്ങൾക്ക് മുമ്പ് പരാതി കൊടുത്തു. 26-ാം തീയതി നടന്ന സംഭവം ഇന്നലെ സഭ ചേരുമ്പോൾ ആദ്യ ദിനം തന്നെ അവതരിപ്പിക്കേണ്ട വിഷയം. ഒന്ന്. രണ്ട്, പോട്ടെ, ഇന്നലെ ഒരു സബ്മിഷൻ പോലും സഭയിൽ വന്നില്ലല്ലോ എന്ന ചോദ്യവും പ്രസക്തമല്ലേ? ഞങ്ങൾ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് എന്താണ്? BJPയുടെ വക്താവിനെതിരെ കൊടുത്ത പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയോ കേസ് ഒരു FIR ഇട്ടതിനപ്പുറത്തേക്ക് അന്വേഷണം നടത്തുകയോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ അന്വേഷണം നടത്തുകയോ ചെയ്യാത്തതിനെതിരെയാണ്. അല്ലാതെ ഈ ഒരു അദ്ദേഹം പറഞ്ഞതിനെതിരല്ല. പറഞ്ഞതിനെതിരെയുള്ള പ്രതിഷേധം, തെരുവിൽ രാഷ്ട്രീയ പ്രതിഷേധം നടക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റ് മറ്റേത് പരാമർശം ഉണ്ടായി കഴിഞ്ഞാലും പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്ന, അന്വേഷണം നടത്തുന്ന, അറസ്റ്റ് ചെയ്യുന്ന കേരളത്തിലെ പോലീസ് ഈ ഒരു വിഷയം വന്ന സമയത്ത് ഒരു തണുപ്പൻ മട്ടിൽ പോകുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കൂടി പ്രതിപക്ഷ നേതാവാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ CPMന്റെ പ്രതികളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ
അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പൊതുശത്രു CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒരു പൊതുശത്രുവാണ് BJP എന്നൊരു ധാരണ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾക്കുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം മാറുകയാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ BJP നേതാവിനെതിരെ ഒരു കേസ് വരുമ്പോൾ അത് ഒറ്റക്കെട്ടായിട്ട് നടപടിയെടുത്ത് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്ത് ഒരു ഞങ്ങളുടെ കാര്യം ചെയ്തു. കേരളത്തില് വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മറ്റെവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഭീഷണിപ്പെടുത്തിയാലും കോൺഗ്രസ് നേതാവിനെതിരെ ഭീഷണിപ്പെടുത്തിയാലും ഒരുപക്ഷെ ഇന്നത്തെ പ്രതിപക്ഷ നിരയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിക്കെതിരെ മറ്റേത് ആളുകൾ നിജേഷ്, ഞാൻ ചോദിച്ചത് 26-ാം തീയതി ഉണ്ടായ സംഭവം. നിജേഷ്, 26-ാം തീയതി ഉണ്ടായ സംഭവം 26-ഉം കഴിഞ്ഞ് 27-ഉം കഴിഞ്ഞ് 28-ഉം കഴിഞ്ഞ് 29-നാണ് നിയമസഭ ചേരുന്നത്. നിങ്ങൾ പറയുന്ന ഒരു വിമർശനം സർക്കാരിനെ കുറിച്ചുണ്ട് എങ്കിൽ അതിൻ്റെ ദേശീയ രാഷ്ട്രീയ മാനം കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇന്നലെ അത് സഭയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഒരു സബ്മിഷൻ പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് എന്ന് ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഞാൻ ഇത് തന്നെയാണ് SK സജീഷിലേക്കും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സർക്കാർ മറുപടി കാര്യങ്ങളിൽ പറയണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇന്നലെ പറഞ്ഞില്ല എന്നതുകൊണ്ട് ഇന്ന് പറഞ്ഞതിൻ്റെ ഗൗരവം ഇല്ലാതാകുന്നുണ്ടോ SK സജീഷ്? ഒരു കാര്യം, വിഷയദാരിദ്ര്യം നേരിടുക എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. തങ്ങൾ എന്തെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നോ അതെല്ലാം നിയമസഭയിലും പുറത്തും പരാജയപ്പെടുത്തുന്ന സാഹചര്യമാണ് ഒരു വശത്തുള്ളത്. മറ്റൊരു വശത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഈ വലതുപക്ഷ UDF രാഷ്ട്രീയത്തിനെതിരായി സംസാരിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ച മറ്റൊരു വശത്ത് കാണാൻ വേണ്ടി കഴിയുന്നു. ഇതെല്ലാം ഇവരെ വല്ലാതെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 26-ാം തീയതി ന്യൂസ് 18 ചാനലിൽ നടന്ന ഒരു ചർച്ചയിലാണ് BJPയുടെ നേതാവ് പ്രിൻറ്റു ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. അപ്പോൾ തന്നെ കേസ് കൊടുക്കേണ്ടതല്ലേ? ഇത്രയും ഊർജ്ജസ്വലമായി ഇറങ്ങിയ ആളുകൾ എന്തെങ്കിലും കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായോ? 29-നാണ് KPCC സെക്രട്ടറി ശ്രീകുമാർ ചേരാമംഗലം പോലീസിൽ പരാതി നൽകുന്നത്. 12/10-നാണ് പരാതി നൽകുന്നത്. 12/49 കേസ് രജിസ്റ്റർ ചെയ്തു. 906/2025 എന്ന കേസ് രജിസ്റ്റർ ചെയ്യും. പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. മാത്രമല്ല ഏറ്റവും കൃത്യമായ ഗുരുതരമായ ഇത്തരം വകുപ്പുകൾ ചേർത്തുകൊണ്ട് 192, 352, 351(2) എന്നീ വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ടാണ് കേസ് ചാർജ് ചെയ്യുന്ന നിലയുണ്ടായത്. മറ്റൊരു കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ബിപിൻ മാമൻ ഇമെയിലിലൂടെ ഒരു പരാതി അയച്ചിരുന്നു. ഇമെയിലിലൂടെ പരാതി അയച്ചപ്പോൾ അത് തിരുവല്ല HSOക്കാണ് ആ പരാതി ലഭിച്ചത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ചു. ഒരു മെയിലിൽ വന്ന പരാതി ആയതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു. തൽക്കാലമുണ്ടായ മനോവിഷമത്തിൽ ഞാൻ കൊടുത്ത പരാതിയാണ്, തുടർ നടപടിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തു. ഒരു കേസ് അങ്ങനെയാണ് നിലനിൽക്കുന്നത്, മറ്റേ കേസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇവരേത് രീതിയിലാണ് പ്രതികരണം ഉണ്ടായത്. ഇന്ന് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുന്ന ഒരു വിഷയത്തിൽ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണല്ലോ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. രാജ്യത്തെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നതോ BJPക്കെതിരായി രാജ്യവ്യാപകമായി ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതോ കേരളത്തിലെവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു പ്രതിഷേധ പ്രകടനമെങ്കിലും നടത്തുന്നതോ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ല, അദ്ദേഹം പറഞ്ഞത് സജീഷ്, അദ്ദേഹം പറഞ്ഞത് 26-ന് ഈ സംഭവം ഉണ്ടാകുന്നു, 27 മുതൽ അങ്ങ് പ്രതിഷേധ പരിപാടികളായിരുന്നു കേരളമാകെ, അങ്ങനെ രാഷ്ട്രീയമായി നീങ്ങി എന്നാണല്ലോ നിജേഷ് പറഞ്ഞത്. നിജേഷിനോട് ചിരിപ്പിക്കരുത് എന്ന് പറയണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ ശ്രീ ശരത്ത്, നിങ്ങളും ഞാനുമൊക്കെ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഈ ചർച്ച കാണുന്ന ഏതെങ്കിലും ഒരാൾ, ഞാൻ അത്രയേ ചോദിക്കുന്നുള്ളൂ, ഈ ചർച്ച കാണുന്ന ഏതെങ്കിലും ഒരാൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം കണ്ടിട്ടുണ്ടോ? VD സതീശൻ്റെ പ്രതിഷേധം കണ്ടിട്ടുണ്ടോ? ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രതിഷേധം കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന നിജേഷ് അരവിന്ദ് നടത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഇവർക്ക് വിഷയത്തിൻ്റെ ദാരിദ്ര്യമാണ് നിലനിൽക്കുന്നത്. ഇവർ വല്ലാത്ത അങ്കലാപ്പിലാണ് നിലനിൽക്കുന്നത്. കോൺഗ്രസിനകത്ത് കൂട്ടത്തോടെ ആളുകൾ ആത്മഹത്യ ചെയ്യുകയാണ്. അതിൽ നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വയനാട് ജില്ലയിൽ 5 കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ആത്മഹത്യ ചെയ്തത്. ഇവരുടെ എറണാകുളത്തെ ഡിജിറ്റൽ വിങ്ങിന് നേതൃത്വം നൽകുന്നയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, ഓഫീസിനകത്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ വാഴ്ത്തുന്ന നിലപാടുകൾക്കെതിരായി
ശക്തമായ പ്രതിഷേധം കോൺഗ്രസിനകത്ത് രേഖപ്പെടുത്തിയതിൻ്റെ ഭാഗമായി തന്നെ ഡിജിറ്റൽ വിങ്ങിൽ നിന്നും മാറ്റിയെന്നും അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നും KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തയാളാണ്. ഈ പറഞ്ഞ ഒരു കോൺഗ്രസിന് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം കൂട്ടത്തിൻ്റെ അക്രമത്തിന് ഇരയായി എന്ന് KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തയാളാണ്. അദ്ദേഹം പരസ്യമായി ഫേസ്ബുക്കിലൂടെ ആ കാര്യങ്ങൾ അറിയിച്ചയാളാണ്. അദ്ദേഹത്തിനാണെന്ന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വന്നത്. എവിടെയും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ നിജേഷ്, നിജേഷിന് അറിയാലോ, എൻ്റെ നാട്ടിൽ ഇന്നലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസിൻ്റെ ഓഫീസിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാരണം എന്തോ ആവട്ടെ, കോൺഗ്രസ് ഓഫീസ് ആത്മഹത്യ ചെയ്യുന്ന സ്ഥലമാവും മരണത്തിൻ്റെ വ്യാപാരികളായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ഈ പ്രവർത്തകരൊന്നുമല്ല കേട്ടോ, നേതാക്കന്മാരാണ് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നത്. എത്ര ദയനീയമായിട്ടാണ്. നമ്മൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജോസ് നെല്ലയിടം വയനാട്ടിൽ ആത്മഹത്യ ചെയ്തില്ലേ, അദ്ദേഹം ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം എന്താണ്? ആ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കേസിൽ പ്രതിയാകുന്നു. അത് പ്രതിയാകുന്നത് മറ്റൊരു കോൺഗ്രസ് നേതാവിൻ്റെ ജയിലിലടക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വീട്ടിൽ സ്ഫോടക വസ്തുക്കളും കർണാടക നിർമ്മിത ചാരായവും, കേരളത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കഴിയില്ല, കർണാടകം കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്, ഇവർക്കിപ്പോൾ ചാരായമായാലും പണമായാലും ഒക്കെ ലഭിക്കുന്ന കർണാടകത്തിൽ നിന്നാണ്, നിർമ്മിത ചാരായവും കൊണ്ടുവച്ചു എന്നതായിരുന്നു പ്രശ്നം. കേരളത്തിലെ നിങ്ങളീ പറയുന്ന പോലീസല്ലേ അന്വേഷിച്ചിട്ട് നിങ്ങളുടെ പ്രവർത്തകനെ രക്ഷപ്പെടുത്തിയത്? അദ്ദേഹം പ്രതിയല്ല എന്ന് വരുത്തിയത്, അദ്ദേഹം രക്ഷപ്പെട്ടല്ലോ. പക്ഷേ അതിൻ്റെ ഭാഗമായി മറ്റൊരാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ഭാഗമായി നിങ്ങളൊരു കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇതൊക്കെ ഏത് പാർട്ടിയിലാണ് നടക്കുക എന്നും കൂടി നിജേഷ് പറയണ്ടേ? പോലീസ് ഇവിടെയെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? ഒരു സ്വന്തം മകനെ കൊന്നുകൊണ്ട് ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ലേ? കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ലല്ലോ, DCCയുടെ ട്രഷറല്ലേ. അദ്ദേഹത്തിൻ്റെ കടം ഇപ്പോൾ കുറച്ച് നിങ്ങൾ വീട്ടിയിരിക്കുന്നു. എന്ത് കടം അദ്ദേഹം ഉണ്ടാക്കി? അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നുണ്ടല്ലോ, കോൺഗ്രസ് കട്ടുകൊണ്ടുപോയ പണം അദ്ദേഹത്തിൻ്റെ തലയിലായി, കുടുംബത്തിൻ്റെ തലയിലായി. ഈ കട്ടവർക്കെതിരായിട്ട് വല്ല നിലപാടും സ്വീകരിക്കുന്നുണ്ടോ നിങ്ങൾ? അതുകൂടി പറയണ്ടേ? അതുകൂടി പറയേണ്ടതുണ്ട്. വേറെയും 2 പേർ വയനാട് ജില്ലയിൽ മാത്രം ആത്മഹത്യ ചെയ്തു ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. ഒന്ന് DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഞാനതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു പാർട്ടി എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക? എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? വയനാട്ടിൽ തന്നെ അവിടുത്തെ നിങ്ങൾ പ്രഖ്യാപിച്ച വീടെവിടെ? യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടെവിടെ? നിങ്ങൾ പണി തുടങ്ങും എന്നെല്ലാം പറഞ്ഞിരുന്നല്ലോ. 100 വീടുമില്ല കോൺഗ്രസിൻ്റേത്, അപ്പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീടുമില്ല. പിരിച്ച പണം എത്രയാണെന്നെങ്കിലും പൊതുസമൂഹത്തോട് പറയാൻ ഒന്ന് നിങ്ങൾ തയ്യാറാകണ്ടേ? ഇത്തരമൊരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആണെങ്കിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഓരോ ദിവസവും വികസന പ്രവർത്തനത്തിൻ്റെ സ്പർശമറിയുന്നവരായി കേരളത്തിലെ ജനങ്ങൾ മാറുന്നു. ഇതിൻ്റെ ഭാഗമായി ഒരു പൊതു അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് NSSൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ കള്ളക്കളിയാണ് നടത്തുന്നതെന്ന് പരസ്യമായി പറഞ്ഞു. ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ വരിവരിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. SNDP ആ തരത്തിൽ തന്നെ നിലപാട് സ്വീകരിക്കുന്നു. ഇതെല്ലാം കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് കാണേണ്ടതുണ്ട്. ഇന്ന് തന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് തന്നെ വയനാട്ടിൽ സോണിയാഗാന്ധിക്കെതിരായി SNDP യൂണിയൻ്റെ സെക്രട്ടറി കൺവീനർ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ഗിമ്മിക്ക് കാണിക്കാൻ, സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് അവിടെ ഒരു ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടി അവിടെ SNDP ഓഫീസിലേക്ക് കയറി ചെന്നു. അവിടെ ദൈവദശകം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് തടസ്സപ്പെടുത്തരുതെന്ന് ആണ് അവരുടെ വിശ്വാസം. ഈ ഗിമ്മിക്കിന് വേണ്ടി, ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ് ശ്രമിച്ചത് എന്നും അതിൽ ശക്തമായി ശ്രീനാരായണീയരെ അവിടെ ജില്ലയിൽ അപമാനിച്ചതാണ് എന്നും പറയുന്നത് SNDPയുടെ അവിടുത്തെ ബത്തേരി താലൂക്ക് യൂണിയൻ്റെ നേതാവാണ്. ഇത്തരത്തിൽ ഇവരുടെ ഗിമ്മിക്കുകൾ പൊളിയുകയും അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ, ഈ സഭയ്ക്കകത്ത് ഈ കേരള രൂപീകരണത്തിന് ശേഷം 34 അടിയന്തര പ്രമേയമാണ് അനുവദിച്ചത്. അതിൽ 17 ഈ ഘട്ടത്തിൽ അനുവദിച്ചതാണ്, ഈ ഗവൺമെൻറ് കാലത്ത്. അതുകൊണ്ട് നിങ്ങൾ വാക്കൗട്ട് നടത്തി ആളെ പറ്റിക്കാമെന്നൊന്നും കരുതരുത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നു. ആദ്യം നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനെതിരായി ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണം. 4 ആളെ വെച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ നെഞ്ചിന് നേരെ കയറരുത് അഭ്യർത്ഥിക്കാനും. ശരി, സജീഷിലേക്ക് വരാം. ഇവിടെ നിരവധി രാഷ്ട്രീയ വിമർശനങ്ങളിലേക്ക് കൂടി ചർച്ച അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ മറുപടികളിലേക്കും ആ ചർച്ചയുടെ ഘട്ടങ്ങളിലേക്കും അതിലേക്ക് വരാം. നിജേഷ് അതിനെന്തായാലും മറുപടി പറയുമെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം, ഇതേ വിഷയത്തിൽ തന്നെ നിജേഷ്,
താങ്കൾ പറഞ്ഞതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഇപ്പോൾ സജീഷ് പറഞ്ഞെന്താണ്, 26-ന് സംഭവം ഉണ്ടാകുന്നു, 29-ന് അതായത് ഇന്നലെയാണ് പരാതി വരുന്നത്, FIR ഇടുന്നത്, പരാതി വരുന്നത്. അതിനുശേഷം ഇന്ന് ആ കേസിൽ ആ പറഞ്ഞ പ്രിൻറ്റു മഹാദേവ് എന്ന BJP പാനലിസ്റ്റ് പോലീസിൽ കീഴടങ്ങി. അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അറസ്റ്റ് ഉണ്ടാകുന്നു. ഇന്നലെ നിയമസഭയിൽ ഈ വിഷയങ്ങളിലേക്ക് നിങ്ങൾ സ്പർശിച്ചിട്ടേ ഇല്ല. കേരളത്തിൻ്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു പൊതുവായ വിഷയമാണ് അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. സർക്കാർ അത് ചർച്ച ചെയ്യുകയും ചെയ്തു. അത് ഇന്നായാലും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസമായാലും അവതരിപ്പിച്ച് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം, ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് ഇന്നലെ കോൺഗ്രസ്സിന് കൊണ്ടുവരാമായിരുന്നു. ഇതിനർത്ഥം കോൺഗ്രസ് ഇതിനെ ഗൗരവത്തിൽ കണ്ടിരുന്നില്ല. ഇന്ന് വന്നൊരു പ്രധാനപ്പെട്ട വിമർശനം കേട്ടിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ വാർത്താ സമ്മേളനവും മറ്റും നടത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തിടുക്കത്തിൽ ഈ വിഷയത്തെ അടിയന്തര പ്രമേയമായി ഇന്ന് അവതരിപ്പിക്കേണ്ടി വന്നു എന്നതുകൊണ്ടല്ലേ ഈ വിമർശനം നേരിടേണ്ടി വന്നത്. പോട്ടെ, രണ്ടാമത്തെ കാര്യം, 26-നുണ്ടായ സംഭവത്തിൽ താങ്കൾ പറഞ്ഞാൽ ഒരുപാട് പ്രതിഷേധം നടന്നു എന്നാണല്ലോ പറഞ്ഞത്. സജീഷ് ചോദിച്ച പോലെ താങ്കൾ പങ്കെടുത്ത സമരത്തിൻ്റെ ചിത്രങ്ങളും വിവരങ്ങളും താങ്കൾ ഫേസ്ബുക്കിലും മറ്റും ഇട്ടിട്ടുണ്ടോ? മാത്രവുമല്ല, മാധ്യമങ്ങൾ എത്ര ഗൗരവത്തിൽ അത് റിപ്പോർട്ട് ചെയ്തേനെ. അങ്ങനെ ആരുടെയും കണ്ണിൽപ്പെടാത്തൊരു സമരമാണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയത്, കോൺഗ്രസ് നടത്തിയത്? ഞാൻ വിചാരിച്ചു സജീഷൊക്കെ പഴയ നേതാവെന്ന നിലയ്ക്ക് രാവിലെ പത്രമൊക്കെ വായിക്കാറുണ്ടെന്നും സ്വന്തം അങ്ങാടിയിലൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കാറുണ്ട് എന്നൊക്കെയാണ്. സജീഷ് ഇന്നലെ പേരാമ്പ്രയിൽ കോൺഗ്രസിന്റെ പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലെ ബന്ധമുള്ള ആളുകളോട് വിളിച്ചു ചോദിക്കുകയാണ്. ഇന്നലെയാണ് ഞങ്ങൾ സംസ്ഥാന തലത്തിൽ എല്ലാ 280 പ്രകടനങ്ങൾ നടത്തിയത്. ഇന്നലെ 26-നുണ്ടായ സംഭവമാണ്. നമ്മൾ മണ്ഡലം കമ്മിറ്റികൾ 26-ന് രാത്രി. എന്റെ ശരത്തെ, നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെ ഞാൻ ചിരിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് നേരത്തെ CPM-ന്റെ നേതാവ്. ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് BJP-യുടെ പ്രതിനിധി ഒരു പരാമർശം നടത്തുന്നു. അവിടെ വെച്ച് തന്നെ കോൺഗ്രസിന്റെ പ്രതിയും വാർത്താ അവതാരികയും അതിനെ അതിശക്തമായിട്ട് എതിർക്കുന്നു. അന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെയും കോൺഗ്രസ്സുകാർ പ്രതിഷേധം പറയുന്നു. പിറ്റേ ദിവസം കേരളത്തിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. അതിനടുത്ത ദിവസം ഞങ്ങൾ പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്ത് നേരത്തെ സ്വമേധയൊക്കെ കേസെടുത്ത കേരളത്തിലെ പോലീസ് അല്ലേ, സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചു. പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തതിന് ശേഷം ഈ 26-ന് രാത്രി ഉണ്ടായ സംഭവത്തിൽ 27, 28 കഴിഞ്ഞ് 29-ന് ഒരു പരാതി കൊടുക്കാൻ ശരത്ത് ഇപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം, ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് നടപടിയെടുക്കാത്ത നയത്തിനെതിരെയാണ്. യഥാർത്ഥത്തിൽ അതാ ഞാൻ പറഞ്ഞ 27-ന് പരാതി കൊടുക്കാം, 26-ന് രാത്രി പരാതി കൊടുക്കാം, എന്നാലും 2 ദിവസമുണ്ട്, സർക്കാരിനെതിരെ ആരോപിക്കാം. ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉയർത്തിക്കാട്ടി ഇന്നലെ തന്നെ അടിയന്തര പ്രമേയം കൊണ്ടുവരാം. അതാണ് ഞാൻ ചോദിച്ചത്. രാഹുൽ ഗാന്ധി സ്വയം ഇറങ്ങാൻ തുനിഞ്ഞപ്പോൾ, ദേശീയ തലത്തിൽ ഇറങ്ങാൻ തുനിഞ്ഞപ്പോൾ തിടുക്കത്തിൽ കൊണ്ടുവന്നതാണോ ഇന്നത്തെ ഈ അടിയന്തര പ്രമേയം? അങ്ങനെ വിമർശനമുണ്ട്. ശരത്തിനോട് ഞാൻ വളരെ ലളിതമായിട്ട്, സജീഷ് കുറെ നേരം സംസാരിച്ചു. ഒരു ഘട്ടത്തിൽ പോലും ശരത്ത് ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും എന്തിനാണ് ശരത്തിന് ധൃതി? 1 മണിക്കൂറില്ലേ ആൻസർ ചെയ്യേണ്ടത് കോൺഗ്രസ് ആയതുകൊണ്ടാണ്. ഈ സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്. ഈ തീയതികൾ വളരെ ക്രൂഷ്യലാണ്. ശരത്ത് ശരത്ത് എന്നെ വിളിച്ചു വരുത്തിയത് ഇതിനും അല്ല. ശരത്തെ, ഞാൻ ലളിത ഒറ്റ ചോദ്യം നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ ആ രാഷ്ട്രീയ വലിപ്പത്തെ കുറിച്ച് പറഞ്ഞത് PD സതീശൻ, പ്രതിപക്ഷ നേതാവ്. എന്നിട്ടും നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡിൽ ഇടപെട്ടോ? അതാണ് ചോദ്യം. പറഞ്ഞോളൂ. ശരത്തെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? നിതേഷിനാണ് അസഹിഷ്ണുത, എനിക്കല്ല. ഞാൻ പറയുന്നത് ശരി, ഞാൻ മിണ്ടിയില്ല. പറയാൻ തുടങ്ങിയ ശരത്ത് പറയാൻ അനുവദിക്കില്ല. ഞാൻ ശരത്തിനോട് പറയുന്നത് അതല്ല ശരത്തെ, അത് ശരിയാണ്. ശരത്തെ, നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഈ ചർച്ച ഒന്നുകൂടി കേൾക്കുക. എന്നിട്ട് അവതാരകൻ എന്ന നിലയ്ക്ക് സജീഷിന് സമയം കൊടുക്കുകയും സജീഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ വിഷയവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിലേക്ക് സഞ്ചരിച്ച് പോയിട്ടും അതിന്റെ എല്ലാ വിഷ്വൽസും വളരെ നേരത്തെ കേന്ദ്രീകരിച്ച് വെച്ചതുപോലെ ശരത്ത് എന്ത് ചോദ്യം ചോദിക്കുമെന്നും CPM പ്രതി എന്ത് മറുപടി പറയുമെന്നും അതിനെന്തെല്ലാം വിഷ്വൽസ് വേണമെന്നും നേരത്തെ പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച് എനിക്കൊരു പരാതിയുമില്ല. അത് എവിടെയൊക്കെ കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു പരാതിയുമില്ല. എന്റെ മറുപടി നോക്കൂ, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. ഇതിലെ തീയതികൾ പ്രധാനമാണ്. രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് തണുപ്പൻ സമീപനം എടുത്തു? ഇത്രയേ ഉള്ളൂ ചോദ്യം.
ശരത് ഒരു കാര്യം കേൾക്കുക. ഒന്നുകിൽ എന്റെ മറുപടിക്ക് 1 മിനിറ്റ് ഇത് ഞാനും അതാ പറയുന്നത്. മറുപടി പറഞ്ഞോളൂ. 60 സെക്കൻഡ്, കേവലം 60 അതൊരു സെക്കൻഡ് മിനിറ്റാ. മിണ്ടാതിരിക്കാൻ ശരത്തിന് പറ്റും. പറയൂ. 60 സെക്കൻഡ്, 60 സെക്കൻഡ്, 60 സെക്കൻഡ് മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ പറയൂ. ഞങ്ങളുടെ സമരം, ഇന്നത്തെ അടിയന്തര പ്രമേയം കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാത്തതിന് എതിരെയായിരുന്നു. നിങ്ങൾക്ക് ഈ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെയൊക്കെ ചെയ്തതുപോലെ 3 വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുത്തതുപോലെ ഇതിന് അനുമതി കൊടുക്കാമായിരുന്നു. ഏതോ ഒരു നേതാവ് ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞത് ഗൗരവമുള്ള കാര്യമല്ല എന്ന് ഇന്ന് കേരള നിയമസഭയിൽ പറഞ്ഞത് സ്പീക്കർ ശ്രീ എൻ ഷംസീർ ആണ്. ഏതോ ഒരു നേതാവ് ഏതോ ഒരു ചർച്ചയിൽ പങ്കെടുത്തത് ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ സ്പീക്കറാണ്. ഞങ്ങൾക്ക് അതിനെതിരെ പ്രതിഷേധമുണ്ട്. ഇത് ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു നേതാവല്ല, BJPയുടെ ഔദ്യോഗിക വക്താവ് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതാവിനെ കൊലപ്പെടുത്തും എന്ന അർത്ഥം വെച്ചുകൊണ്ട് സംസാരിച്ചാൽ കോൺഗ്രസിന് പ്രതിഷേധം വേണ്ട, CPM-ന് പ്രതിഷേധം വേണ്ടേ, ഈ സ്പീക്കർക്ക് പ്രതിഷേധം വേണ്ടേ? നാളെ നമുക്ക് പറയണ്ടേ കേരള നിയമസഭയാണ് ഒറ്റക്കെട്ടായിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനെ ഒരു BJP പ്രതിനിധി പറഞ്ഞ സമയത്ത് നടപടിയെടുത്തത് ഞങ്ങളാണ് എന്ന് പറയണ്ടേ? അത് പറയാനുള്ള ഒരു അവസരമല്ലേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്? പിന്നെ രാഹുൽ ഗാന്ധി പ്രതിഷേധം നടത്തുന്നു, അത് കണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുക, അതിന്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ പ്രതിഷേധിക്കേണ്ട ഘട്ടത്തിൽ ഞങ്ങൾ പ്രതിഷേധിച്ചുകൊള്ളും, പേടിച്ച് പിറകോട്ട് പോകാനില്ല. നിങ്ങൾക്ക് BJP-യോട് എന്തെങ്കിലും രീതിയിലുള്ള മമതയുണ്ട് എങ്കിൽ അത് നിങ്ങൾ പ്രകടിപ്പിച്ചോളാം. എന്റെ ചോദ്യം ഇത്രയും വിശദീകരിച്ചതുകൊണ്ട്, കാരണം 27, 28 തീയതികളിൽ നിജേഷ് അരവിന്ദ് എന്ന കോൺഗ്രസ് നേതാവ് സമരങ്ങളിൽ പങ്കെടുത്തോ എന്ന ചോദ്യമുണ്ട്. അങ്ങനെ വിസിബിളായ സമരങ്ങൾ ഉണ്ടായിരുന്നില്ല, പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. ഇനി നോക്കൂ, ലോക്സഭാ അംഗത്വം റദ്ദാക്കുന്ന നിലയിൽ ഒരു നിമിഷം, ലോക്സഭാംഗത്വം റദ്ദാക്കുന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ആ കേസ് മുന്നോട്ട് പോയ ഘട്ടത്തിൽ അതിശക്തമായ നിലയിൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു ചേരിയിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവട്ടെ CPM ആകട്ടെ വളരെ ശക്തമായ കണ്ടന്റ് വെച്ച് വിമർശിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആ നിലയിൽ ആരെങ്കിലും കേരളത്തിൽ ഒരു പുരോഗമന മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും ഇതിനെ എതിർക്കുമോ? ആരെങ്കിലും ഈ തരം പ്രവണതയെ അനുകൂലിക്കുമോ? ഇല്ല, ഒരിക്കലും അനുകൂലിക്കില്ല. പക്ഷേ അതിനെ രാഷ്ട്രീയമായി കോൺഗ്രസ് ഏറ്റെടുക്കാൻ എന്തേ വൈകി? ആ ചോദ്യത്തിന് ഉത്തരം നിജേഷ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ദിവസങ്ങളുടെ ആ ഒരു ലാഗ് ഉണ്ടല്ലോ, അത് കൺവിൻസിംഗ് അല്ല. എന്റെ ചോദ്യം തിരിച്ച് അതേ ചോദ്യമാണ് ശരത്തെ. കോൺഗ്രസ് ചെയ്തില്ല, വേണ്ട, കോൺഗ്രസ് ചെയ്യുന്നില്ല, കോൺഗ്രസ് പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ഭരണപക്ഷം ആഭ്യന്തരമന്ത്രി എടുത്തു പറയണ്ടേ, ഞങ്ങൾ BJP നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതല്ലേ 29 കേസ്, 29 കേസ്, ഇന്നലെ കേസ് കൊടുക്കുന്നു, ഇന്നലെ കേസ്, ഇന്ന് അറസ്റ്റ്. ശരത്ത് സ്പീക്കർ പറഞ്ഞതിനെ അനുകൂലിക്കുന്നുണ്ടോ? ശരത്ത് സ്പീക്കർ ആദ്യം പറഞ്ഞ എന്താണ്? ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു നേതാവ് പറഞ്ഞതാണ് എന്ന് സംഷീർ എന്ന സ്പീക്കർ പറഞ്ഞതിനെ ശരത്ത് എന്ന മാധ്യമ പ്രവർത്തകർ രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പരാതി കൊടുത്തത്, അത് തന്നെ വൈകി എന്ന ആ ഗുരുതരമായ വിമർശനത്തെ ശരിവെക്കുന്നതാണ്. തൊട്ടടുത്ത ദിവസം ഇന്ന് ഇപ്പോൾ പ്രിന്റു മഹാദേവ് എന്ന BJP നേതാവ് കീഴടങ്ങി കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ വാർത്തകളിൽ കണ്ടു, ഇയാളെ തിരക്കി, പ്രിന്റുവിനെ തിരക്കി, പലയിടങ്ങളിൽ പോലീസ് തെരച്ചിൽ നടത്തുന്നത് ഇന്നത്തെ പ്രധാന വാർത്തയായിരുന്നു. വൈകുന്നേരം അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിയമസഭയ്ക്കകത്ത് വരുന്ന അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു നേതാവ് എന്ന് രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണോ ബഹുമാന്യനായ കേരളത്തിൻ്റെ സ്പീക്കർ പറഞ്ഞത്? അല്ല, ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു നേതാവ് എന്നാണ് പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെക്കുറിച്ചല്ല പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അല്ലേ അവിടെ പരാമർശം? സ്പീക്കർ പറഞ്ഞതിനെ അനുമതി കൊടുക്കുകയും ഞാൻ പറഞ്ഞത് സ്പീക്കർ രാഹുൽ ഗാന്ധിയെ കുറിച്ചല്ല പറഞ്ഞത്. സമയം കൊടുക്കുകയും നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ശരത്ത് ഇവിടെ കാണുന്നത്. ഇന്ന് അടിയന്തര പ്രമേയം ചർച്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് വരും? ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇതിന്റെ അടുത്ത പോയിന്റിലേക്ക് വന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞത് ഇതാണ്, സർക്കാരിന് ഭയം അല്ലെങ്കിൽ BJP-യുമായിട്ടുള്ള സഹകരണം എന്ന ഒരു വിമർശനത്തിലേക്കാണ് വിഷയത്തെ കോൺഗ്രസ് കൊണ്ടുപോയത്, പ്രതിപക്ഷ നേതാവ് അടക്കം. ഈ ചർച്ചയിൽ അവസരം തന്നു. നികേഷ് തന്നെയാണ് അവതരിപ്പിച്ചത്. മറുപടി സജീഷിന് ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും അവസരം വരാം. ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തുകൂടായിരുന്നോ? മറുപടി ഇടപെട്ടില്ല. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൂടായിരുന്നോ? എത്ര എളുപ്പമായിരുന്നു. കോൺഗ്രസിനെ വിട്ടേക്ക്, നടത്തിക്കൂടായിരുന്നോ? മറുപടി പറയും.
കോൺഗ്രസിനെ അങ്ങനെ വിട്ടുകൂടാല്ലോ ശ്രീ നിജേഷ് അരവിന്ദ്. ഒരു കാര്യം, സ്പീക്കർ ഇങ്ങനെ പറയുമെന്ന് കരുതിയിട്ടാണോ നിങ്ങൾ മുൻകൂറായി സ്പീക്കർക്കെതിരായിട്ടുള്ള ബാനർ നിയമസഭയിൽ കൊണ്ടുവന്നത്? അല്ല, നിയമസഭയ്ക്ക് അകത്ത് വല്ല പ്രിന്റിംഗ് മെഷീനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പ്രത്യേകമായി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ കള്ളക്കളിയാണെന്ന് മനസ്സിലാക്കാൻ അത് മാത്രം പോരെ. സ്പീക്കർക്കെതിരായിട്ടുള്ള ബാനറെ നേരത്തെ റെഡിയാക്കി കൊണ്ടുവന്നു. അല്ല, ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞൊക്കെ ഞാൻ ആസ്വദിച്ച് കേൾക്കുകയായിരുന്നു. ഞാനും ആസ്വദിക്കാണേ. താങ്കൾ എന്ത് വിട്ടിത്താണ് പറഞ്ഞത്? നിങ്ങൾ സ്പീക്കർക്കെതിരായി നിങ്ങളിങ്ങനെ ഒരു കാര്യം, നിജേഷ് താങ്കൾ അങ്ങനെയല്ല, ഒരു കാര്യം കേട്ടാൽ മനസ്സിലാവും. ഒന്ന് ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ മനസ്സൊന്ന് വിടൂ, എന്നിട്ടൊന്ന് പറയുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കൂ. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടില്ല. അത് താങ്കൾ കൂടി നല്ലതാണ്. അതായത് സ്പീക്കർ അങ്ങനെ പറയുമെന്ന് കരുതിയിട്ടാണോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അഡ്വാൻസായി സ്പീക്കർക്കെതിരായിട്ടുള്ള ബാനർ നിയമസഭയിൽ കൊണ്ടുവന്നത്? അവിടെ പ്രിൻറ്റിംഗ് മെഷീനൊന്നും ഇല്ലല്ലോ നിയമസഭയ്ക്കകത്ത്. അപ്പോൾ നിങ്ങളിത് മുൻകൂറായി കൃത്യമായി ഇന്ന് നിയമസഭയിൽ കുഴപ്പമുണ്ടാക്കണം എന്ന് തീരുമാനിച്ചു വന്നവരാണ്. നിങ്ങളുടെ കയ്യിലാകെയുള്ള അടിയന്തര പ്രമേയം ഇത് മാത്രമായിരുന്നല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. നിങ്ങളൊരു സബ്മിഷനായി പോലും ഇന്നലെ ഈ വിഷയം ഉന്നയിച്ചിട്ടില്ലല്ലോ. 26-ാം തീയതി ഈ വിഷയം ഉണ്ടായിട്ട് നിങ്ങൾ എന്താണ് നിയമസഭയിൽ ഇന്നലെ പോലും ഇത് മിണ്ടാതിരുന്നത്? ഒരു വാചകത്തിലെങ്കിലും ഇങ്ങനെയൊരു സംഭവം ഉണ്ട് കേട്ടോ, അവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് കേട്ടോ, നടപടി എടുത്തിട്ടില്ല കേട്ടോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്നിട്ട് വന്നിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്, നിങ്ങളത് പറയണം. നിങ്ങൾക്കത് പറയാൻ വേണ്ടി പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റൂ. കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർ ആർ ശങ്കറും അതുപോലെ തന്നെ കെ കരുണാകരനും ആൻ്റണിയും 3 പേരും മക്കളെ BJP കൊടുത്ത ആളുകളാണ്. ഇപ്പോൾ കേരളത്തിൽ BJPയുടെ സജീവമായ പ്രവർത്തകരായി നിൽക്കുന്ന 3 മുഖ്യമന്ത്രിമാരുടെ മക്കളെ കൊടുത്ത ആളുകൾ തന്നെ പറയണം. ഇനി ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ, അദ്ദേഹം BJP-ആയിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ അദ്ദേഹം ഉണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരനായ ഒരു സെക്കുലറായ നിലപാടുള്ള ഒരു അഭിഭാഷകനാണെങ്കിൽ പുല്ലേ എന്ന് പറഞ്ഞ ആ സ്ഥാനം വലിച്ചെറിയും. ഇതുവരെ വലിച്ചെറിഞ്ഞിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനായി, അതായത് കോടതിയിലെ സ്പോക്സ്മാനായി നിൽക്കാൻ ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ പോലും തയ്യാറാണ്. എന്നിട്ട് ഞങ്ങൾക്ക് നേരെ പറയുന്നു, ഇപ്പോൾ ഈ പറഞ്ഞ പ്രിൻറ്റുവിനേക്കാൾ വലിയ വർത്തമാനം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയ വിഷം ചീറ്റുന്നയാളാണല്ലോ പ്രവീൺ തൊഗാഡിയ. ആ പ്രവീൺ തൊഗാഡിയുടെ കേസ് പിൻവലിച്ചു കൊടുത്തത് നിങ്ങളല്ലേ? കേരളത്തിൽ വന്ന് നാട്ടിലുടനീളം വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, മാറാട് കലാപം കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗം നടത്തിയ കേസ് പിൻവലിച്ചു കൊടുത്ത ആരാണ്? നിങ്ങളല്ലേ? MG കോളേജിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാല് ബോംബെറിഞ്ഞ് തകർത്ത ABVP-കാരൻ്റെ കേസ് പിൻവലിച്ചു കൊടുത്ത ആരാ? നിങ്ങളല്ലേ പിൻവലിച്ചു കൊടുത്തത്? എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവല്ലേ KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ ഇവിടെ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന് മുമ്പ് അതേ സമയത്ത് രാജസ്ഥാനിൽ MP ആയിരുന്നു, രാജ്യസഭാ MP. പ്രധാനമന്ത്രിയാകാനോ മന്ത്രിയാകാനോ ആണെങ്കിൽ രാജ്യസഭാ MP മാത്രം ധാരാളമാണ് എന്ന് മൻമോഹൻ സിംഗ് ഉൾപ്പെടെ രാജ്യത്ത് തെളിയിച്ചിട്ടുള്ളതാണ്, ലോക്സഭയിൽ മത്സരിച്ചിട്ടല്ല. പക്ഷേ ആ രാജ്യസഭയിൽ സീറ്റ് അവിടെ 2 വർഷത്തിലധികം ബാക്കിയുള്ളത് അവിടെ വെച്ചിട്ട് രാജിവെച്ച് പോന്നു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടയാളിപ്പോൾ മോദിയുടെ ക്യാബിനറ്റിലെ മന്ത്രിയാണ് കേട്ടോ. ഈ KC വേണുഗോപാലിന് പകരം 2 വർഷത്തിലധികമുള്ള കാലാവധിയിൽ അവിടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടയാൾ BJP-യുടെ മന്ത്രിയാണ്, നവനീത് സിംഗ് ബിട്ടു. ഇതൊക്കെ അറിയാമോ? അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയണ്ട. ABVP-യുടെ പദയാത്ര കർണാടകത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാ? കർണാടകത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുത്തെ ആഭ്യന്തരമന്ത്രി കർണാടകത്തിലെ പഴയ PCC-യുടെ പ്രസിഡന്റ്. ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ നിങ്ങളുടെ മറുപടി എന്താണ്? ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നതാണോ ചോദ്യം? ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. ഈ രാജ്യത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ ഡൽഹിയിലെയും അതുപോലെ UP-യിലെയും തെരുവുകളിലേക്ക്, പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക്, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വീട്ടിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ BJP-യുടെ RSS-ൻ്റെ JCB-കൾ വന്നപ്പോൾ, ബുൾഡോസറുകൾ വന്നപ്പോൾ അതിൻ്റെ മുന്നിൽ നിവർന്നു നിൽക്കാനും തടയാനും വൃന്ദാക്കാരാട്ട് എന്ന് പറയുന്ന CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബിൽക്കിസ് ബാനു കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ വെറുതെ വിട്ടപ്പോൾ അവരെ ശിക്ഷിപ്പിക്കാനും തിരിച്ച് ജയിലിലടപ്പിക്കാനുമെല്ലാം ആരാണ്ടായിരുന്നത്? CPM-ൻ്റെ നേതാക്കന്മാരാണ് ഉണ്ടായിരുന്നത്, സുഭാഷിണി അലിയാണ് ഉണ്ടായിരുന്നത്. ഈ തരത്തിൽ നിലപാടുകൾ ഞങ്ങൾ എല്ലാ സ്ഥലത്തും സ്വീകരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ കാര്യം പറയുന്നു, രാജസ്ഥാനിൽ വെറും 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ രാജസ്ഥാനിലെ BJP ഗവൺമെൻറ് നയിക്കുന്ന പോലീസ് ന്യൂനപക്ഷത്തിൻ്റെ വീടായതുകൊണ്ട് അവിടെ കയറി ചവിട്ടിക്കൊന്നു. 6 മാസം പ്രായമായ കുഞ്ഞിനെ. ഡൽഹിയിൽ നിന്ന് അടുത്താണല്ലോ. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയിട്ടുണ്ടോ?
സോണിയാഗാന്ധി പോയിട്ടുണ്ടോ? പ്രിയങ്ക ഗാന്ധി പോയിട്ടുണ്ടോ? ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? നിങ്ങളാണല്ലോ അവിടുത്തെ പ്രതിപക്ഷം. നിങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല. ആ വീട്ടിലും എത്തിച്ചേരാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. CPM ഉണ്ടായിട്ടുള്ളൂ, വേറെ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും നിങ്ങളിൽ നിന്ന് പഠിച്ച് സംഘപരിവാറിനെ എതിർക്കാൻ വേണ്ടി ഞങ്ങൾ ആ ക്ലാസ് തൽക്കാലം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് അടിയിൽ ചെന്ന് കുനിഞ്ഞു നിന്ന് വിളക്ക് കത്തിക്കുന്ന VD സതീശന്റെ ഉപദേശം സ്വീകരിച്ച് ഇവിടെ RSSനെ എതിർക്കാൻ ഞങ്ങൾ ഏതൊന്നും തീരുമാനിച്ചില്ല. ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഞാൻ പറഞ്ഞത് ഏതാ കളവ്? ഞാൻ പറഞ്ഞതിൽ ഏതാ കളവ്? ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് കളവാണ് എന്ന് താങ്കൾ പറഞ്ഞാൽ താങ്കൾ പറയുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യും. കോൺഗ്രസ് പിൻവലിപ്പിച്ചത് എപ്പോഴാ? രാജസ്ഥാനകത്ത് നിനക്കറിയോ സജീഷെ, രാജസ്ഥാനിലെ ഏക MP കോൺഗ്രസ് സ്പോൺസർ അല്ലല്ല, അതിലൊരു തർക്കം ഉണ്ടായിരുന്നു. അതിൽ ഉമ്മൻചാണ്ടിയും തിരുവനന്തപുരം തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ഞാനാണോ നിങ്ങളാണോ എന്നുള്ളൊരു തർക്കം അത് താങ്കൾക്ക് അറിയില്ലേ? പ്രസംഗം നടത്താൻ വേണ്ടി ഈ വേദി ഒരുക്കി കൊടുത്താൽ ഞാൻ ഒരുപാട് കേട്ടു. അതിനപ്പുറത്തേക്ക് സജീഷ് സത്യം സജീഷെ കളവ് മാത്രം പറയുന്ന തൊഗാഡിയുടെ കേസ് UDF പിൻവലിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? കളവാണെങ്കിൽ കർണാടകയിലെ BJP ഗവൺമെന്റ് തടഞ്ഞു നിർത്തിയത് കോൺഗ്രസ് ആണോ CPM ആണോ? സർ, അവിടെയും നിങ്ങൾ എടുത്തിട്ടുള്ള മൃദു ഹിന്ദുത്വ സമീപനത്തെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഇന്ന് BJP രാജ്യത്തെ ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന ഒരു സംസ്ഥാനമായി ഇപ്പോൾ കർണാടക നിൽക്കുകയാണ്. നിങ്ങൾ ഭരിക്കുമ്പോഴും മന്ത്രിസഭയ്ക്കകത്തുള്ള മന്ത്രിയുണ്ട് കൃഷ്ണൻകുട്ടി, അറിയോ? അദ്ദേഹം ഇപ്പോ ചില ഇൻസിഡൻസ് ആണ്, ചില രാഷ്ട്രീയ പ്രിയപ്പെട്ട സുഹൃത്തെ, ഗണഗീതം പാടിയ ആളല്ലേ നിങ്ങളുടെ DK ശിവകുമാർ, കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി? നിഷേധിക്കുമോ താങ്കൾ? നിഷേധിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. RSSന്റെ ഗണഗീതം എല്ലാവരും പാടേണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പാടിയതെന്ന് പറഞ്ഞ DK ശിവകുമാർ നിങ്ങളുടെ അവിടുത്തെ ഉപനേതാവല്ലേ, കേരളത്തിന്റെ ചുമതല വഹിക്കുകയല്ലേ? നിജേഷ്, നിങ്ങൾ മറുപടി പറഞ്ഞോളൂ. നിങ്ങളുടെ അവസരമാണ്, നിങ്ങളുടെ അവസരമാണ്. നിജേഷിന്റെ അവസരമാണ്. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും പറയാം. നിജേഷ് നോക്കൂ, ഒന്ന് വൈകാരികമായി കാണാതെ പറയുന്നത് കേൾക്കൂ. ചില ഇൻസിഡൻസ് എന്നാ മറുപടി പോലെ നിങ്ങൾ ചർച്ചയുടെ ആങ്കർ അല്ലേ? നിങ്ങൾ ഇദ്ദേഹം പറയുന്ന കളവ് മുഴുവൻ പറയാൻ അനുവദിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ലോകം മുഴുവൻ കാണുക. എന്നിട്ട് കുറച്ചു കഴിഞ്ഞാൽ പറയുന്നത് CPM പറഞ്ഞു. ആ ഏർപ്പാടിന് ദയവ് ചെയ്ത് കോൺഗ്രസ് ശരി അദ്ദേഹം ഉന്നയിച്ച മാന്യത കാണിക്കണം. ശരത് എന്ന് പറയുന്ന അവതാരകൻ ഒരു മാന്യത കാണിക്കണം. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ലല്ലോ. അത് അസഹിഷ്ണുത വേണ്ട, ക്ഷമ കാണിക്കൂ. ഞാൻ ഓരോ മിനിറ്റ് സംസാരിക്കുമ്പോൾ ഇടപെടുക. വീണ്ടും സജീഷ് അവസരം കൊടുക്കുക. സജീഷ് ലോകത്തുള്ള കോൺഗ്രസുകാരെ മുഴുവൻ തെറി പറയാം. മറുപടി പറഞ്ഞു. ഒരു പരിധിക്കപ്പുറം വരെ ഞാൻ കേട്ടുന്നു. മറുപടി പറഞ്ഞോളൂ. ഇതിന് വേണ്ടത് മറുപടിയാണ്, ക്ഷമപ്രകടനം അല്ല. സജീഷ് ഒരു നിമിഷം. സജീഷ് പ്ലീസ്. അദ്ദേഹം പറയട്ടെ. എന്തിന് ഞങ്ങളെ വിളിക്കണം? നിജേഷ് നോക്കൂ, എന്തിന് ഞങ്ങളെ വിളിക്കണം? അദ്ദേഹം മറുപടിയായി പറഞ്ഞ് ചർച്ചയ്ക്ക് വിളിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയ വിഷയങ്ങൾ മുഴുവൻ നിങ്ങൾ മറുപടി പറഞ്ഞു സർ. നിങ്ങൾ മറുപടി പറയൂ. ആ ഏർപ്പാട് ശരത്താദ്യം നിർത്ത്. നിങ്ങൾ മറുപടി പറയും. ഒന്ന് ABVP കർണാടകയിൽ ABVPയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത പരമേശ്വര എന്ന ആഭ്യന്തരമന്ത്രി എന്നൊരു ആക്ഷേപം ഉന്നയിച്ചു. തെറ്റാണെങ്കിൽ പറയാം. പ്രവീൺ തൊഗാഡിയുടെ കേസ് പിൻവലിച്ചത് UDF ആണെന്ന് ഞാൻ പറയും. ഈ ഫാക്ട്സ് തെറ്റാണെങ്കിൽ അതേ മട്ടിൽ തന്നെ നിങ്ങൾ സംസാരിക്കൂ. നിങ്ങളല്ലാതെ ക്ഷോഭിച്ചിട്ട് എന്ത് കാര്യം? അതിന് മറുപടി പറഞ്ഞു. ശരത്തെ ക്ഷോഭിച്ചതല്ല, ശരത്ത് മനസ്സിലാക്കേണ്ടത്. പറഞ്ഞോളൂ. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിരന്തരമായി ഇടപെടുന്ന, ഞാൻ വിഷയത്തിൽ ഈ അവസരങ്ങളും സമയവും ഇങ്ങനെ താങ്കൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. കഷ്ടമാണ്. അല്ലെ ഞാൻ കഷ്ടപ്പെടുത്തുകയല്ല. ഞാൻ ചോദിച്ച അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന BJP CPM അജണ്ടയെ പറ്റി ഒരു മറുപടി പറ. ആ മറുപടിയിലാണ് നിങ്ങൾക്കാണ് ചങ്ങാത്തം എന്ന് പറഞ്ഞത്. കണ്ടതിനെ പറ്റി മറുപടി പറ. നിങ്ങൾക്കാണെന്നാണ് അദ്ദേഹം ഉദാഹരണ സഹിതം പറഞ്ഞു വെച്ചത്.
കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ചതിനെ പറ്റി മറുപടി പറ. ജാനുവിന്റെ കേസിലെ പ്രതിയായ സുരേന്ദ്രനെ ഇന്ന് വരെ അറസ്റ്റ് ചെയ്തതിനെ പറ്റി മറുപടി പറയാ. സുന്ദര കേസിലെ സുരേന്ദ്രനെ രക്ഷിച്ച ബിജെപി ഗവൺമെന്റിനെതിരെ ആഭ്യന്തരമന്ത്രിക്കെതിരെ മറുപടി ഞങ്ങളൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പറയാം. ശരി, അപ്പോ എന്തിനാണ് യോഗി ആദിത്യനാഥിന്റെ സജീഷിന്റെ പാർട്ടി നിങ്ങളൊക്കെ യുവ നേതാക്കളാണല്ലോ, ഏതോ കാലത്ത് സംഭവിച്ചു എന്ന് ഇവിടെ വന്നങ്ങ് പറഞ്ഞു വെക്കുക, എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ആ ഏർപ്പാട് വേണ്ടെന്നാ പറഞ്ഞത്. ശരത്തൊരു ചർച്ചയ്ക്ക് ഒരു വിഷയം വെച്ച് വിളിച്ചാൽ ആ വിഷയത്തിൽ ചർച്ച കയറാൻ തയ്യാറാ. പ്രശ്നം എന്താണ്? ഇനി ക്ഷമയോടെ ഒരു അല്പസമയം ഒന്ന് കേട്ട് രണ്ടുപേരോടും കൂടിയാണ് ഞാൻ ശ്രീ സജീവനിലേക്ക് വരാം. ഒരു പ്രശ്നമില്ല. ഇല്ല, എന്താ നിങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ആലോചിക്കൂ. ഇപ്പോ ഇതിനകത്ത് നിജേഷ് ഒരു ആർഗ്യുമെന്റ് ഉന്നയിച്ചു, ഒരു പ്രശ്നം ഉന്നയിച്ചു. വി ഡി സതീശൻ തന്നെ പറഞ്ഞതുപോലെ സർക്കാരും CPM-ഉം BJP-യുമായി ഒത്തുചേർന്ന് അല്ലെങ്കിൽ ഭയന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അലിഗേഷൻ വെച്ചു. ആ വിഷയം അപ്പുറത്തേക്ക് സജീഷിന്റെ കയ്യിൽ കൊടുത്തു. സജീഷ് അതിനെ നിരാകരിച്ചുകൊണ്ട് നിരവധിയായ ഉദാഹരണങ്ങൾ സഹിതം സംസാരിച്ചു. തിരിച്ചു വരുമ്പോൾ താങ്കൾക്ക് ആ ഉദാഹരണങ്ങളെ പൂർണ്ണമായും നിരാകരിക്കാം വസ്തുതകളുടെ പിൻബലത്തോടെ, എന്നിട്ട് പുതിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കാം. പക്ഷെ താങ്കൾ അതിന് ശ്രമിക്കാതെ പുതിയ ചില പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു വെച്ചു. നിജേഷ് ചെയ്ത അതേ ശൈലിയിൽ പൂർണ്ണമായും അതിന് മറുപടി പറയാതെ അടുത്ത ചോദ്യം ചോദിക്കുകയാണോ എന്ന് സജീഷിന് തീരുമാനിക്കാം. സജീഷ് അതിന് മറുപടി പറയുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഞാൻ സജീഷിലേക്ക് പോകാം, നിജേഷിൻ്റെ അനുമതിയോടെ മാത്രം. അതിനു മുമ്പ് ശ്രീ സജീവൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ശ്രീ സജീവനെ കൂടി ചർച്ചയിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. സജീവൻ, ഇതിലെ പ്രശ്നം വളരെ ലളിതമാണ്. കാരണം 26-ാം തീയതിയാണ് ഈ വിവാദ അഭിമുഖം ഉണ്ടാകുന്നത്, രാത്രിയോ മറ്റോ ആയിരിക്കുമല്ലോ. അതിനുശേഷം 27 കഴിഞ്ഞു, 28 കഴിഞ്ഞു, 29 കഴിഞ്ഞു. 29-ന് നിയമസഭ വീണ്ടും ആരംഭിച്ചു. ഇന്ന് 30. ഇന്നലെ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയമില്ല, സബ്മിഷനുമില്ല. ഇന്ന് പൊടുന്നനവേ അടിയന്തര പ്രമേയം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. പരാതി പോലും രേഖാമൂലം വന്നിട്ടുള്ളത് 29-നാണ്. അപ്പോൾ 26, 27, 28 തീയതികളിൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം കോൺഗ്രസ് കാണാതെ പോയോ? ഇന്ന് പി രാജീവ് പറഞ്ഞത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി തന്നെ മറുപടി പറയാൻ തുനിഞ്ഞപ്പോഴാണ് ഇവിടെ തിടുക്കത്തിൽ കോൺഗ്രസ് ഇതൊരു അടിയന്തര പ്രമേയവുമായി ഇന്ന് ഇറങ്ങിയത്. കാതലായ ഒരു സമരം ഈ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ തെരുവുകളിൽ നടത്താനായോ എന്ന ചോദ്യമുണ്ട്. നിയമസഭയിൽ ഇന്നലെ അടക്കം അടിയന്തര പ്രമേയമോ സബ്മിഷനോ കൊണ്ടുവരാമായിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. കോൺഗ്രസ് ഈ വിഷയത്തെ സമീപിച്ചത് വളരെ ലാഘവത്തോടെയാണോ? വൈകി വന്ന വിവേകമാണോ ഇന്നത്തെ സഭയിലെ പെർഫോമൻസ്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളിതിനെ കാണേണ്ടത് AK ആന്റണി നടത്തിയുള്ള പരാമർശവുമായിട്ടാണ്. ഞാൻ അതിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഇതിൽ പ്രതികരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്രയും വലിയ കോലാഹലം ഉണ്ടാവുന്നത്. ഈ സംഭവത്തിൽ പ്രിന്റു മഹാദേവൻ നടത്തിയിട്ടുള്ള ഈ പരാമർശം ഒരിക്കൽ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ പ്രിന്റു മഹാദേവൻ പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലണം എന്നല്ല. നമ്മള് ആ വാക്കുകൾക്കും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പ്രിന്റു മഹാദേവൻ പറഞ്ഞിട്ടുള്ളത് ബംഗ്ലാദേശിലും മറ്റുണ്ടായതുപോലെ ഈ ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു കലാപത്തിന് അല്ല ഇവിടെ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്കും വെടിയുണ്ട വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമാണ് അതൊരു തെറ്റായ കാര്യം. ഒരിക്കൽ പോലും ഒരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയെ കൊല്ലണം എന്ന രൂപത്തിൽ ഞങ്ങൾ കൊല്ലും, BJP-ക്കാർ കൊല്ലും, അല്ലെങ്കിൽ സംഘപരിവാർ കൊല്ലും എന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ ആ നിമിഷം തന്നെ അദ്ദേഹത്തെ ഒരാളുടെയും പരാതി പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു. ഇവിടെ പരാതി പോലും കൊടുക്കുന്നത് വളരെ വൈകിട്ടാണ്. രണ്ടാമത്തെ കാര്യം, അടിയന്തര പ്രമേയത്തിന്റെ കാര്യം. അടിയന്തര പ്രമേയത്തിൽ നമ്മൾ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് തന്നെ നിയമസഭയിൽ, ഒരു നിയമനിർമ്മാണ സഭയിൽ അതിന്റെ ബിസിനസ് പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് എടുക്കുമ്പോഴാണ് ഇവിടെ ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ഒരു പരാമർശം. ആ പരാമർശത്തിന്റെ പേരിൽ പോലീസ് കേസെടുക്കുന്നു. പരാതി കൊടുക്കുന്നതിന് വൈകിട്ടാക്കുക, പരാതി കിട്ടിയിട്ട് പോലീസ് കേസെടുക്കുന്നു. അതിൽ പിന്നീട് എന്താ അടിയന്തര പ്രാധാന്യം എന്നൊരു ചോദ്യമുണ്ട്. നിയമസഭ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അടിയന്തര പ്രമേയങ്ങൾ പലപ്പോഴും പ്രതിപക്ഷം കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ ബഹളത്തിന് വേണ്ടിയിട്ട് കൂടിയായിരിക്കും. അത് LDF ആണെങ്കിൽ UDF ആണ്, ആരാണോ പ്രതിപക്ഷത്തെങ്കിൽ പോലും ഈ രീതിയിൽ വരാറുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അത്രയും അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട വിഷയമെന്ന് പരാതി കൊടുത്തിട്ടുണ്ട്, പരാതിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ സംഭവങ്ങൾക്കൊക്കെ ഉണ്ടായ ഇതേ ദിവസം തന്നെ പ്രിന്റു മഹാദേവനെ തേടി അന്വേഷണം നടത്തുന്നു. അദ്ദേഹം അത് പിടിയിലാവുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇതിനിടയിൽ അത്രയും അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട കാര്യം അവിടെ ചർച്ച ചെയ്യുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത് ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണെങ്കിൽ, പരാതി കൊടുത്ത് 2-3 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല, പരാതി വാങ്ങിയില്ല, അന്വേഷിച്ചിട്ടേ ഇല്ല, മറ്റേ ഈ ആരോപണ വിധേയനായിട്ടുള്ള ആള് അല്ലെങ്കിൽ പ്രതി അവിടെ
പിന്നെ നാട്ടിൽ മുഴുവൻ അതെ, ഇപ്പോൾ വിലസുകയാണ്. ശ്രീ സജീവൻ പറഞ്ഞതിന് അനുബന്ധമായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. അത് നേരത്തെ നിജേഷ് അതിൽ ഒരല്പം അസ്വസ്ഥതപ്പെടുകയോ മറ്റോ ചെയ്യുന്നത് കണ്ടു. നിങ്ങൾ ചർച്ച ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളെ കൂടി സ്ക്രീനിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം നന്നായി പെർഫോം ചെയ്തതുകൊണ്ടാണ് നിജേഷ് ഇപ്പോൾ ശ്രീ സജീവൻ പറഞ്ഞ വിഷയം ഇന്ന് ഉച്ചയ്ക്ക് പോലീസ് പ്രിൻറ്റു മഹാദേവിനെ തിരക്കി BJP നേതാക്കളുടെയും മറ്റും വീടുകളിൽ തെരച്ചിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ ശ്രീ സജീവൻ പറഞ്ഞത് പൂർത്തിയാക്കുമ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ. ഈ വിഷയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, ഇന്ത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇതേ ദിവസം ഇന്നലെ സഭയിൽ SIR-നെതിരെ യോജിച്ച സഭയുടെ ഒരു പൊതുവികാരം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ സജീവൻ ശ്രദ്ധിച്ചു കാണുമല്ലോ. കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ അത്തരമൊരു ഗൗരവമായ ഒരു വിശാല മനോഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ കരുതുന്നുണ്ടോ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ഈ നീക്കത്തിനെതിരെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾക്ക് അതിനെ ശക്തമായി അപലപിക്കുന്ന ഒരു നിലപാട്, ഒരു നില കേരളത്തിൻ്റെ നിയമസഭയിൽ സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ലേ? അതിന് മുൻകൈ എടുക്കേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവുമായിരുന്നില്ലേ? ആ സാഹചര്യവും കൂടി അവർ നഷ്ടപ്പെടുത്തിയോ? തീർച്ചയായിട്ടും അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയമസഭ ചേർന്ന ദിവസം, ആദ്യത്തെ ദിവസം തന്നെ ഇത് ഒരു സബ്മിഷനായിട്ട് കൊണ്ടുവരുന്നതായിരിക്കാം. സ്വാഭാവികമായിട്ട് ആ സബ്മിഷനായിട്ട് കൊണ്ടുവരുമ്പോൾ സഭയിൽ ഇത് സ്പീക്കർ ചോദിച്ച ചോദ്യം ഒരു അദ്ദേഹത്തിന്റെ ഉപയോഗിച്ച വാക്ക് ഏതോ ഒരു നേതാവ് ഏതോ ഒരു ചാനൽ, അതല്ലാതെ ഇന്ന ചാനൽ ഇന്ന നേതാവ് എന്നത് പ്രിൻറ്റു മഹാദേവിനെ ഒരു BJP-യുടെ വലിയ നേതാവായിട്ട് ഒന്നും പറയാനുള്ള ആളല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ അത് ഒന്നാമത്തെ അടിയന്തര പ്രാധാന്യമാണ് നമ്മൾ നോക്കേണ്ടത്. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് പകരം ഇതൊരു സബ്മിഷനായിട്ട് കൊണ്ടുവരുന്നു. അതെല്ലാം ഒരു പുറത്ത് തന്നെ നിയമസഭയ്ക്ക് പുറത്ത് തന്നെ വളരെ ശക്തമായ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളായിട്ട് കൊണ്ടുവരുന്നു, BJP-ക്കെതിരെയുള്ള പ്രക്ഷോഭമായി കൊണ്ടുവരുന്നു. അതിനെയൊക്കെ എതിർത്തുകൊണ്ട് ഇതൊക്കെ മോശമാണ്, അല്ലെങ്കിൽ BJP-ക്കെതിരെ സമരം നടത്തേണ്ട എന്ന് മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ അല്ലെങ്കിൽ ഭരിക്കുന്ന LDF-ലെ ഏതെങ്കിലും നേതാക്കന്മാരോ പറഞ്ഞാൽ അത് ഈ പറയുന്ന രൂപത്തിൽ കൂട്ടുകച്ചവടമാണെന്നൊക്കെ പറയാം. അതല്ല, ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്ത് അന്ന് തന്നെ കേസെടുത്തിട്ട് അന്വേഷണം നടക്കുന്നു. അദ്ദേഹത്തിന് രണ്ടാമത്തെ പരാതി കിട്ടി രണ്ടാമത്തെ ദിവസം തന്നെ ഇദ്ദേഹത്തിനെതിരെയുള്ള ചർച്ച നടക്കുന്നു, പിടിയിലാവുന്നു. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ ആവശ്യമില്ല. പിന്നെ പ്രതിപക്ഷം സത്യത്തിൽ ചെയ്യേണ്ടത് അതാണ്. നേരത്തെ AK ആന്റണിയുടെ കാര്യം പറയും. AK ആന്റണി പറഞ്ഞ പോലെ ഇത് സഭയിൽ ഒരു പ്രശ്നം വരുന്നു, അതിലെ പോലീസിന്റെ അട്രോസിറ്റീസിനെ കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണപക്ഷം LDF-ന്റെ ഭാഗത്തുനിന്ന് പഴയ പുത്തങ്കയും ശിവഗിരിയും ഒക്കെ എടുത്തിടുന്നു. അതിനെ ന്യായീകരിക്കുന്നു. അത് അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കേണ്ടവർ എതിർത്തില്ല എന്നാണല്ലോ പത്രസമ്മേളനം നടത്തിയിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച AK ആന്റണി പറഞ്ഞ. അതേപോലെ ആ ഒരു ലാപ്സ് ഇക്കാര്യത്തിലും ഉണ്ടായ വേറൊന്നും അല്ല ഇതിലെ പ്രശ്നം. ആ രാഹുൽ ഗാന്ധി വിഷയം എടുത്തു കൊണ്ടുവരുന്നവരെ ആ വിഷയത്തിന്റെ ഗൗരവം ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയില്ല. അതായത് സജീഷ്, ഇപ്പോൾ ഇന്ന് സ്പീക്കർ പറഞ്ഞതാണല്ലോ ഇപ്പോൾ ഉദാഹരിച്ചത്. അതായത് ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു നേതാവ്, അവരുടെ ഒരു വിപുലമായ മീഡിയ പാനലിൽപ്പെട്ട ഒരു നേതാവ്, ഈ ന്യൂസ് ആൻഡ് വ്യൂസിലടക്കം പ്രിൻറ്റു പലതവണ ചർച്ചയ്ക്കൊക്കെ വന്നിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മാത്രമാണ് എന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസും കരുതിയിട്ടുള്ളത്. കാരണം അതിലൊരു വലിയ തരത്തിലേക്കുള്ളൊരു പ്രതിഷേധത്തിലേക്ക് ഒന്നും പോകാൻ ശ്രദ്ധിച്ചിട്ടില്ല. കേസ് തന്നെ കൊടുക്കാൻ വൈകി. ഇന്നലത്തെ ദിവസം തന്നെ ഈ വിഷയത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. മുമ്പ് പറഞ്ഞതുപോലെ ഒരു സബ്മിഷനായി ഇന്നലെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭരണപക്ഷവും അപലപിച്ചേനെ രാഹുൽ ഗാന്ധിക്ക് നേരെ ഈ നീക്കത്തെ. കേരളം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, സംശയമൊന്നുമില്ല. പക്ഷേ ഇതൊന്നും കാണാതിരുന്നത് സ്പീക്കർ പറഞ്ഞതുപോലെ ഏതോ ഒരു ചാനൽ ഏതോ ഒരു നേതാവ് എന്ന നിലയിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതിനെ സമീപിച്ചു എന്നതിൻ്റെ കൃത്യം ഉദാഹരണമല്ലേ അത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഒത്തുതീർപ്പ് എന്ന് പലപ്പോഴും കേരളത്തിലെ സർക്കാരിനെയോ CPM-നെയോ രാഷ്ട്രീയമായി കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് BJP-യുമായി ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. നിജേഷ് ഇവിടെയും അത് ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ സജീഷ് മുന്നോട്ട് വെച്ച കുറേ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. അതിന് പാടെ നിരാകരിക്കുക എന്നുള്ളതല്ലാതെ ഓരോന്നെടുത്ത് ഏതെങ്കിലും തരത്തിൽ അതിന് മറുപടി അദ്ദേഹം പറഞ്ഞതായി കേട്ടില്ല. പകരം ഒത്തുതീർപ്പ് എന്ന ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം ചൊരിയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സജീഷ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, താങ്കൾ അവസാനം ചോദിച്ച കാര്യത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഒന്ന്, നിയമസഭയ്ക്കകത്ത് ശ്രീ VD സതീശൻ്റെ പ്രസംഗത്തിൽ പോലും ഈ പറഞ്ഞ ആളുടെ പേരൊന്നും കൃത്യമായി പരാമർശിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞ വാചകങ്ങൾ പോലും ഒരുപാട് എന്താ പറയുക, വാചക ഘടന പോലും തെറ്റായിരുന്നു എന്ന് പരിശോധിച്ചാൽ അറിയാം. കൊന്നിട്ട് എന്നൊക്കെയാണ് പറഞ്ഞത്.
അതായത് ഈ പറഞ്ഞ പരാമർശങ്ങൾ സഭയിൽ ഉന്നയിക്കുമ്പോൾ പോലും ശ്രീ വി ഡി സതീശൻ്റെ വാക്കുകൾക്ക് പോലും ഒരു ക്ലാരിറ്റി ഇല്ല. ആ വീഡിയോ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം പറയുമ്പോൾ. അപ്പോൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ അവർക്ക് പോലും ഗൗരവമില്ലാത്തതുകൊണ്ടാണ് ഈ വാചകങ്ങൾ പോലും തെറ്റിപ്പോകുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഇവിടെ ഈ വിഷയത്തിനകത്ത് ഗവൺമെൻറ് സ്വീകരിച്ച കാര്യത്തിൽ എന്താണ് കുഴപ്പമുള്ളത്? നിങ്ങൾ 26-ാം തീയതി ഉണ്ടായ ഒരു വിഷയത്തിനകത്ത് 29-ന് പരാതി കൊടുത്തു, 12/10-നാണ് പരാതി കൊടുത്തത്, 1/49-ന് കേസ് രജിസ്റ്റർ ചെയ്തു. ഇല്ല എങ്കിൽ പറയട്ടെ, 1/49-ന് കേസ് രജിസ്റ്റർ ചെയ്തു. മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സമയം ഇത്രയല്ലേ ആയിട്ടുള്ളൂ? ഇന്ന് 30 29-ന്. നിങ്ങൾ 26-ന് സംഭവം ഉണ്ടായിട്ട് 27-നും 28-നും ഒക്കെ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. അതിന് നിങ്ങളല്ലേ മറുപടി പറയേണ്ടത്? പിന്നെ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ ഒരു വിപിൻ മാമനുണ്ട്, നിങ്ങളുടെ നേതാവാണ്, പരാതി അയച്ചത്. എന്നാൽ തേടിപ്പിടിച്ച് ഈ അടിയന്തര കാര്യത്തിൽ തൽക്കാല വികാരത്തിൽ കൊടുത്തുപോയ പരാതിയാണെന്ന് പറഞ്ഞാൽ അയാളെ കോൺഗ്രസ് പുറത്താക്കണ്ടേ? നിങ്ങൾ പുറത്താക്കിയോ? അങ്ങനെ പുറത്താക്കിയിട്ടുമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നം ആദ്യം പരിഹരിക്കും, എന്നിട്ട് ഞങ്ങൾക്ക് നേരവാ. അത്രയേ അതിൽ പറയാനുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ ഇവിടെ ചില കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിവൈകാരികമായി ശ്രീ നിജേഷ് സംസാരിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ AK ആൻ്റണിയുടെ മകൻ BJP-യിലല്ലേ, K കരുണാകരൻ്റെ മകൾ BJP-യിലല്ലേ, R ശങ്കറിൻ്റെ മകൻ BJP-യിലല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് അത് തിരുത്താം. DK ശിവകുമാർ RSSൻ്റെ ഗണഗീതം പാടിയിട്ടില്ലേ? പാടേണ്ട ഒരു ഗാനമാണ്, എല്ലാവരും ആലപിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരുത്താം. പിന്നെ ABVP-യുടെ പദയാത്ര G പരമേശ്വര ഉദ്ഘാടനം ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി, കോൺഗ്രസിൻ്റെ പഴയ PCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിട്ടില്ലേ? ഇപ്പോൾ ആണല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾ തിരുത്തൂ. ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയാണ് ആ നിലപാട് സ്വീകരിക്കുന്നത്. VD സതീശൻ സവർക്കറുടെ ചിത്രത്തിൻ്റെ താഴെ തലകുനിച്ച് തിരികൊളുത്തിയിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോ. ഇങ്ങനെയെല്ലാം തൊഗാഡിയുടെ കേസ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പിൻവലിച്ചിട്ടില്ലേ? അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഇടയിൽ തന്നെ തർക്കമില്ലേ? ശ്രീ ഉമ്മൻചാണ്ടിയാണോ അല്ല തിരുവഞ്ചൂരാണോ രമേശ് ചെന്നിത്തലയാണോ ആരുടെ കാലത്താണ് പിൻവലിച്ചതെന്നുള്ളതിനെ പറ്റി നിങ്ങൾ തമ്മിൽ തർക്കമില്ലേ? ശരി. MG കോളേജിലെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാല് ബോംബെറിഞ്ഞ് തകർത്ത കേസ് പിൻവലിച്ചത് നിങ്ങളുടെ കാലത്തല്ലേ? അതിൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെയുള്ള ഞാനല്ല നീയല്ല എന്ന് പറഞ്ഞിട്ടുള്ള തർക്കം അതിൽ നിലനിൽക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ സുന്ദരയുടെ കേസും കൊടകര കേസും പറയുന്നു, ആത്മാർത്ഥതയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കേസുകൾക്കകത്ത് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസി, സാമ്പത്തിക കേസാണല്ലോ കൊടകര കേസ്, ആ കൊടകര കേസിൽ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രതിയാക്കേണ്ട രീതിയിൽ എല്ലാ തെളിവുകളും ശേഖരിച്ച് കൃത്യമായി പണം ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ട് ED ഏൽപ്പിച്ചു കൊടുത്തല്ലോ, കേന്ദ്ര ഏജൻസിക്ക് ഏൽപ്പിച്ചു കൊടുത്തല്ലോ. അവിടെ ഒരു വാചകത്തിൽ വെറുതെ ഒരു തമാശയ്ക്ക് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് EDക്കെതിരെ ഒരു വർത്തമാനം കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ ശ്രീ നിജേഷേ? അത് പറയണ്ടേ? അപ്പോൾ ഈ കേസിനകത്ത് പോലും ഇപ്പോൾ ഹൈക്കോടതിയിൽ സുരേന്ദ്രനെ പ്രതിയാക്കണമെന്ന് പറഞ്ഞിട്ട് സർക്കാർ അപ്പീൽ പോയിരിക്കുകയാണ്. ഇതൊന്നും നിങ്ങൾ കാണില്ല. നിങ്ങൾ കാണണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ ഏതോ അന്ധതയുടെ മഹാലോകത്താണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഉള്ളത്. പിന്നെ ഒരു കാര്യം നിജേഷേ, താങ്കൾ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞു പ്രകടനം നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ താങ്കൾ എൻ്റെ നാട്ടിൽ പ്രകടനം നടത്തിയെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ നാട്ടിൽ എനിക്ക് അറിയാവുന്ന ആളുകൾക്കൊക്കെ മെസ്സേജ് അയച്ചു. ഏത് മാധ്യമപ്രവർത്തകർ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുമാധ്യമ പ്രവർത്തകൻ, ഞങ്ങളുടെ ആളൊന്നുമല്ല കേട്ടോ, അങ്ങനെ ഒരു പ്രകടനവും പേരാമ്പ്ര നടന്നിട്ടില്ല, എൻ്റെ നാട്ടിൽ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം നൽകിയ വിവരം. ഇനി ആരും കാണാത്ത സമയത്ത് നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയെങ്കിലും നടത്തിയെങ്കിലും ശരി ഞാനതിൽ തർക്കിക്കാനില്ല. ഏതായാലും നാടറിയുന്ന രീതിയിൽ ഈ പറഞ്ഞ അടിയന്തര പ്രമേയത്തിന്റെ വിഷയം എന്നുള്ള രീതിയിൽ ഒരു പ്രകടനവും നടന്നിട്ടില്ല. എല്ലാം ഉറപ്പാണ്. ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് വിഷയമില്ലാത്തതുകൊണ്ട് അതെ, ഞങ്ങൾക്ക് സത്യത്തിൽ ഇന്നത്തെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ശ്രീ ശരത്ത്. ഒറ്റ കാര്യം. അതായത് സ്വാഭാവികമായും സഭയൊക്കെ നടക്കുമ്പോൾ നമ്മളെല്ലാം നിരീക്ഷിക്കുമല്ലോ ശ്രീ ശരത്ത്. അപ്പോൾ ഇന്ന് ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയമൊക്കെ കൊണ്ടുവരുന്ന ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? ഇങ്ങനൊരു വിഷയം അടിയന്തര പ്രമേയമായി വരുന്ന കേരളത്തിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട നിജേഷെ, താങ്കൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും UDFകാർ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും മലമറക്കുന്ന മറ്റെന്തെങ്കിലും വിഷയം കൊണ്ടുവരുന്നല്ലേ ആളുകൾ പ്രതീക്ഷിക്കുക? ഒന്നുമില്ലല്ലേ? അതാ പ്രശ്നം. വിട്ടുപോയി കാര്യങ്ങൾ, അതുകൊണ്ട് വെച്ച് കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഞാൻ മറ്റൊന്നുകൂടിയാണ് കാണുന്നത്. കാരണം ഇന്ന് സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിനെ അടക്കം നിയമമന്ത്രി P രാജീവ് ഈ ദിവസങ്ങളുടെ ഇത്രയും വലിയ ഗ്യാപ്പ് വന്നിട്ട് നിങ്ങളൊരു തെരുവിലൊരു പ്രകടനമെങ്കിലും നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ സഭയ്ക്ക് അതിനുശേഷം ഈ കണ്ട മണിക്കൂറുകളിൽ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് കേരളമാകെ നടന്നിട്ടുള്ള വലിയ സമരങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒറ്റ കാര്യം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. വേഗം തിരിച്ചു വന്നിട്ട് പോരെ, ഞാൻ വരാം. അതായത് അങ്ങനെ പോലും ഒരു വാചകമേ ഉള്ളൂ. ശ്രീ നിജേഷ് വല്ലാതെ കുറ്റം പറഞ്ഞല്ലോ. അതിന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ.
നിജേഷ് പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ സമയത്ത് പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകളാണ് കേട്ടോ ഞങ്ങളൊക്കെ. ഞങ്ങൾ ഈ ജനാധിപത്യം സംരക്ഷിക്കാൻ RSSനെതിരായി എല്ലായ്പ്പോഴും ഉണ്ടാകും, അതിലൊരു തർക്കവുമില്ല. ശരി, അത് നിങ്ങൾക്ക് സാധ്യമാവില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നിജേഷ്, ഞാനെന്താ പറഞ്ഞത്, ഇന്ന് പകല് മുഴുവൻ നിങ്ങൾ വലിയ സമരങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്തിയെന്ന് തെളിയിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നിങ്ങളുടെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് ദൃശ്യങ്ങളോ ഒന്നും കാര്യമായി അങ്ങനെ എങ്ങും കണ്ടിട്ടില്ല എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ശ്രീ സജീവൻ പറഞ്ഞതിലുണ്ട്, നേരത്തെ നിജേഷ് ഇപ്പോൾ സജീഷ് അത് ആവർത്തിച്ചു പറഞ്ഞു. ഉന്നയിച്ച വിമർശനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി വന്നിട്ടുണ്ട്. നിജേഷിൻ്റെ അവസരം മറുപടി. ഇന്ന് രാവിലത്തെ പത്രത്തിൽ, എല്ലാ പത്രത്തിലെയും 1 പേജിലുള്ളത് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് പങ്കെടുത്ത തിരുവനന്തപുരത്തെ പ്രതിഷേധ പരിപാടി, കേരളത്തിലെ വൈകുന്നേരം പ്രതിഷേധ പരിപാടി നടത്താൻ വേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്തു. അത് നടത്തി. ഇത് ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ പറയുന്നത് റേഞ്ച് പോകുന്നു നിജേഷ്, ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പ്രാദേശിക പേരാമ്പ്രയിലെ പത്രങ്ങളുണ്ടെങ്കിൽ എടുത്തൊന്ന് പരിശോധിക്കുക. അപ്പൊ അത് അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിക്കോളും. ഒന്നാമത്തെ കാര്യം. അത് രണ്ടാമത്തെ കാര്യം, നേരത്തെ സജീഷ് ചോദിച്ചു സ്പീക്കർ ഇത് അനുമതി ഞാനതിൽ ഒരു കാര്യം അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ ചോദിച്ച ആളുകൾക്കും അറിയില്ല എന്നുള്ള എനിക്കാണ്. ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും. ഓക്കെ, നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കത് അറിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ശ്രദ്ധയിൽ വന്നിട്ടില്ല, ഞാൻ പ്രധാനപ്പെട്ട അവർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്, അല്ലാതെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. അതിന് തർക്കിക്കാൻ ഞാൻ ഇല്ല. താനും നടന്നിട്ടുണ്ടെങ്കിൽ നടന്നു, അത് ഞാൻ സംഭവിക്കുകയും ചെയ്യാം. സജീഷ്, നടന്നിട്ടില്ല എന്ന് ആദ്യഘട്ടത്തിൽ ചർച്ച പറഞ്ഞപ്പോൾ നടന്നിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഗതികേടിലേക്ക് ഞാൻ വന്നുപോയത് കൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ വേറെ പ്രയാസമൊന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞത്. ഇപ്പൊ സജീഷിനും നടന്നിട്ടില്ല എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാ പറഞ്ഞത്. ഒരു സ്റ്റേറ്റ് മൂവ്മെന്റ് അതാണ്, അങ്ങനെ എടുത്താൽ മതി. അല്ല, സ്റ്റേറ്റ് മൂവ്മെന്റിന്റെ വാർത്തയാണ് ഞാൻ 1-ാം പേജ് പത്രം പറഞ്ഞത്. ശരത്തിന്റെ അടുത്ത് ഇപ്പം ചാനൽ ഉണ്ടെങ്കിൽ, സജീവൻ മാധ്യമ പ്രവർത്തനമാണല്ലോ, ഇന്നത്തെ എല്ലാ പത്രത്തിലെയും 1-ാം പേജിലുള്ളത് ദീപാദാസ് മുൻഷി AICCയുടെ ജനറൽ സെക്രട്ടറി പങ്കെടുത്ത പ്രതിഷേധ പ്രകടനമാണ്. ഞാൻ അതാ പറഞ്ഞത്. നിജേഷ്, നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന അവിടെയാണ്, ക്ഷോഭിക്കരുത്. കാരണം ഇന്നലെയാണ് നടത്തിയത്. 26-ന് സംഭവം, 27, 28 നിങ്ങൾ മുമ്പ് സ്പീക്കർ പറഞ്ഞതുപോലെ തന്നെ ഏതോ ചാനൽ ഏതോ നേതാവ് എന്ന നിലയിലെടുത്തു. പക്ഷേ സംഗതി നാഷണൽ ലെവലിൽ മാറുന്നു എന്ന് കണ്ടപ്പോൾ ഇന്നലെ എടാപിടിയിന്ന് വൈകുന്നേരം ഒരു സമരവുമായി വരുന്നു, ഇന്ന് അടിയന്തര പ്രമേയവുമായി വരുന്നു. ഈ ഒരു പാളിച്ച നിങ്ങൾക്ക് ഈ വിഷയത്തെ കാണുന്നതിൽ സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ശരത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ പ്രതിഷേധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രത്യേക സ്ട്രാറ്റജി അവിടെ ഡെവലപ്പ് ചെയ്യല്ലേ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ രാജീവ് മറുപടി പറഞ്ഞു കേരളത്തിൽ എവിടെയും പ്രതിഷേധം ഉണ്ടായില്ലല്ലോ എന്ന്. ഞാൻ ചോദിക്കുന്നത്, ഇടയ്ക്ക് സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന പോലീസ്, പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്തെ നമ്മളൊക്കെ ഒരുമിച്ച് എതിർക്കുന്ന BJPയുടെ ഒരു വക്താവ്, ഏതോ നേതാവല്ല, വക്താവ്, വ്യക്തിപരമായി അയാൾക്ക് വലുപ്പമുണ്ടോ ചെറുപ്പമുണ്ടോ എന്നല്ല, ചാനലുകളിലേക്ക് അയച്ച BJPയുടെ കേരളത്തിലെ വക്താവ് പ്രതിപക്ഷ നേതാവ്, നേരത്തെ സജീവോടെ പറഞ്ഞതിൽ എനിക്കൊരു ക്ലാരിറ്റി കുറവുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ അങ്ങനെയല്ല പറഞ്ഞത്. ഏതായാലും അതിനെ വിട്ടേക്ക്, അത് സജീവോടെ തന്നെ വിശദീകരിക്കട്ടെ. അങ്ങനെ ഒരു വക്താവ് പറഞ്ഞിട്ട്, കേരളത്തിൽ പറഞ്ഞിട്ട് ഞങ്ങളാണ് കേസെടുത്തത്, ഞങ്ങൾ കേസെടുത്തു, ആ ദിവസം തന്നെ ഞങ്ങൾ റെയ്ഡ് ചെയ്തു, പിടിച്ചു എന്ന് പറയല്ലേ വേണ്ടത്. കോൺഗ്രസ് ചെയ്തില്ല എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഒരു ഗോൾ ആദ്യം അടിച്ചുകൂടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, സജീഷ് ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ രാഹുൽ ഗാന്ധി അയോഗ്യമാക്കിയപ്പോൾ പ്രകടനം നടത്തിയ ആളാണ് എന്നൊക്കെ പറയുന്നു. എന്റെയും സജീഷിന്റെയും നാട്ടിൽ തന്നെയാണ്, കൊടുവള്ളിയിൽ വെച്ചാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞത് പപ്പു എന്ന് രാഹുൽ ഗാന്ധിയെ വിളിച്ചത്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എന്റെയും സജീഷിന്റെയും നാട്ടിലെ അടുത്താണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പ്രസംഗിക്കുമ്പോൾ വോട്ട് ചോരി യാത്രയുമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന ആ ഒരു വിശാല രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാതെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചു എന്നുള്ളിടത്താണ് ആ പ്രശ്നം കേരളത്തിൽ ആരംഭിച്ചത്. അല്ല, ഞാൻ ഒറ്റ കാര്യം പറയാം. ശരത്തിന്റെ എന്റെയും സജീഷിന്റെയും നാടിന്റെ ഇടയ്ക്ക് കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ CPMന്റെ ശക്തി കേന്ദ്രമായ മൂലാട് എന്ന് പറയുന്ന സ്ഥലത്ത് 3 ദിവസം മുമ്പ് ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി നടക്കുകയാണ്. അവിടെ വോട്ട് ചോരി യാത്രയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി നാസ് മൊഹബയിൽ പ്രസംഗിക്കുമ്പോൾ DYFIക്കാർ തള്ളി കയറിയ പ്രതിഷേധം അത് കൈകാര്യം ചെയ്തു. ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. BJPക്കെതിരെ യൂത്ത് കോൺഗ്രസ്സുകാരൻ പ്രതിഷേധിക്കുമ്പോൾ DYFIക്ക് അവിടെ എന്ത് കാര്യം? ഞാൻ പറയുന്നത് ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ക്യൂബയിലോ അല്ല, സജീഷിന്റെ നാട്ടിൽ നിന്ന് കൃത്യം 8 കിലോമീറ്റർ, എന്റെ നാട്ടിൽ നിന്ന് കൃത്യം 8 കിലോമീറ്റർ, രണ്ടിന്റെയും ഇടയ്ക്കുള്ള കിഴക്കൻ മൂലാടാണ്. അപ്പൊ സജീഷെ, നാട്ടിൽ പോലും ഈ
മുന്നണി യാഥാർത്ഥ്യമായി കഴിഞ്ഞു, CJP മുന്നണി യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചു ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വന്തം ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും താങ്കൾ മറുപടി പറയാൻ തയ്യാറുണ്ടോ? ഞാനും ചോദിച്ച അതിന് താങ്കൾ മറുപടി പറയാൻ തയ്യാറുണ്ടോ? പറഞ്ഞല്ലോ, ഞാൻ വരാം. ശ്രീ സജീവൻ, ഈ കൊലവിളി വന്നത് ആ നിലയ്ക്ക് എടുത്താൽ, കോൺഗ്രസ് പറയുന്നത് പോലെ തന്നെ എടുത്താൽ തന്നെയും അത് രാഹുൽ ഗാന്ധിക്ക് നേരെയാണ്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് നേരെയാണ്. അത് ഉണ്ടായത് 26-ന്. 29-ന് പ്രകടനം നടത്തി എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത്. അത് 1-ാം പേജിലുണ്ട് എന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്നു. ഒരു കോൺഗ്രസ് നടത്തിയ ഒരു പ്രകടനം ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. താങ്കൾ കണ്ടായിരുന്നോ പത്രങ്ങളിലെ 1-ാം പേജിൽ ആ ചിത്രം? ഇല്ല, അതില് വിജയിച്ച് പറയുന്ന പോലെ കാര്യം ഈ പ്രകടനം നടന്നുള്ള ഏത് ദിവസമാണ് എന്നുള്ള പ്രശ്നമുണ്ട്. വളരെ ഞാൻ അതിലെ പ്രിന്റു മഹാദേവൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ അതിനേക്കാൾ തീവ്രമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഇവിടെ നിജേഷ് പറഞ്ഞുള്ളത്. അത് ശരിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഉടനെ തന്നെ പ്രതികരിക്കേണ്ട. കാരണം 26-ന് രാത്രി ഇറങ്ങണ്ടേ? കേരളത്തിലെ കോൺഗ്രസ്സുകാർ 26-ന് രാത്രി ഇറങ്ങണ്ടേ? വളരെ ഭീകരമായ സംഭവമല്ല. അവരുടെ ഏറ്റവും വലിയ നേതാവ്, മറ്റു കോൺഗ്രസ് പ്രസിഡന്റിനേക്കാൾ മുകളിലാണല്ലോ രാഹുൽ ഗാന്ധി. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു നേതാവിനെ കൊല്ലും എന്നാണ് പ്രിന്റു മഹാദേവൻ പറഞ്ഞതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ നിമിഷം സത്യത്തിൽ കേരളം മുഴുവൻ പ്രകടനം നടത്തിയിട്ട് അത്രയും പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ശ്രീ സജീവൻ, അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, പൊതുപരിസരം രാഷ്ട്രീയമായി പ്രതിഷേധത്തിൻ്റെത് കോൺഗ്രസ് രൂപപ്പെടുത്തിയിരുന്നുവെങ്കിൽ കേരളം ഇതിനു മുമ്പ് ഇത് അറിയുമായിരുന്നില്ലേ? ഇതിനു മുമ്പ് തന്നെ പോലീസ് ആക്ഷൻ ഉണ്ടാകുമായിരുന്നില്ലേ? സ്വാഭാവികമായി കോൺഗ്രസ് തന്നെ അതിനോടനുബന്ധിച്ച് പരാതിയും കൊടുക്കുമായിരുന്നില്ലേ? ഇത് ഇന്നലെയാണ് പരാതിയും പോയത്. തീർച്ചയായിട്ടും ആദ്യം 2 കാര്യങ്ങളാണ് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്. ഒന്ന്, വളരെ ഗുരുതരമാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങണം. രണ്ടാമത്തെ കാര്യം, അതേപോലെ തന്നെ അവർ ചെയ്യേണ്ടത് അത് പരാതി കൊടുക്കേണ്ടതാണ്. ആ പരാതി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പരാതിയില്ല, പലയിടത്തും പരാതി കൊടുക്കാം. അങ്ങനെ പരാതി കൊടുക്കാതിരുന്നു, അത് വളരെ ദിവസങ്ങൾ കഴിഞ്ഞാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ തന്നെ അവരും വിചാരിച്ച്, ഞാനത് പ്രിന്റു മഹാദേവൻ പറഞ്ഞ കാര്യം ഞാൻ കേട്ടതാണ്. പക്ഷെ അത് ഉടനെ തന്നെ രാഹുൽ ഗാന്ധി വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്ന ഒന്നിന് അതിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണെന്നോ അല്ല അങ്ങനെ ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണെന്നോ ഒന്നുമല്ല ഞാനും മനസ്സിലാക്കി. കോൺഗ്രസ്സുകാരും അങ്ങനെ ധരിച്ചിട്ടുണ്ടാവും. കോൺഗ്രസ്സുകാർ അതേപോലെ തന്നെ അത് അത്ര ലാഘവത്തോടുകൂടി നികേഷ്, അവിടെയാണ് പോയിന്റ്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീ AK ആന്റണി പറഞ്ഞു, സഭയ്ക്കകത്ത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന നിലയിൽ ഈ വിഷയത്തിലും രാഹുൽ ഗാന്ധി വിഷയം ദേശീയ തലത്തിലേക്ക് ദേശീയ മാധ്യമങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ കോൺഗ്രസ് വിശദീകരിക്കാൻ പോകുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇവിടെ പഴി കേൾക്കും എന്ന് വന്നപ്പോൾ ഇറങ്ങി തിരിച്ചതല്ലേ വളരെ വൈകി? ശരത് ആ ഒരു തീരുമാനത്തിനോട് എന്താണ് ധരിച്ചിരിക്കുന്നത്? ഒരു നിസ്സാരമായിട്ട് ശരത്തിന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്കേ തോന്നി, പിന്നെ നാട്ടുകാരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങളെ വിട്. ഞങ്ങൾക്കത് തോന്നിപ്പിക്കുന്നത് എങ്ങനെയാണ് സർ? ഞങ്ങൾക്കത് ആ ചാനലോ ആ ചർച്ചയൊന്നും ഞാൻ കണ്ടിട്ടില്ല. 2, റോണി കെ ബേബി ആയിരുന്നു ചർച്ചയിൽ ആരും ആവട്ടെ, പറഞ്ഞു. ശരത്തിന് തോന്നിയിട്ടുണ്ടോ? അതാണ് നിജേഷ്, അങ്ങനെ തോന്നണമെങ്കിൽ ആ തോന്നിപ്പിക്കേണ്ടതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരുന്നു. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു. 26-ന് രാത്രി ഒന്നും ചെയ്തില്ല, 27, 28 ഒന്നും ചെയ്തില്ല. ശരത്ത് ഞങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ചർച്ച കണ്ട ശരത്തിന് അതൊരു വലിയ പ്രശ്നമായി തോന്നിയിട്ടുണ്ടോ? എന്റെ ലളിതമായ ചോദ്യമാണ് സർ. അങ്ങനെ തോന്നിപ്പിക്കാൻ കഴിയും, നിങ്ങൾക്കേ തോന്നിയില്ല, പിന്നെ ഞങ്ങൾ ശരത്തെ ഞങ്ങൾ തോന്നിപ്പിക്കുക എന്നുള്ളത് വിട്ടേക്കുക. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാമത് ഞങ്ങൾ ആരും അത് കണ്ടിട്ടില്ല. ചർച്ചയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ആരും അത് കണ്ടിട്ടില്ല. പങ്കെടുത്ത അതിനുശേഷം കാണുമല്ലോ, ഇതൊരു വിഷയമായതിനു ശേഷം വിഷയമായത് എപ്പോഴാണ്? ഈ നേരത്തെ ചർച്ച അല്ല, അതുകൊണ്ടാണ് ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുമ്പോഴെങ്കിലും ശരത്ത് കാണുമല്ലോ. ശരത്തിനെ പറ്റി അതിനെ പറ്റിയുള്ള അഭിപ്രായം നിസ്സാരമാണ് എന്ന് ശരത്തിന് തോന്നിയോ? കോൺഗ്രസിനെ തോന്നി, പിന്നെ നാട്ടുകാരോട് അർത്ഥമില്ല പറഞ്ഞത്. നിങ്ങൾക്ക് തോന്നിയോ? ഇല്ല, നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാത്തിടത്തോളം അതാണ് പറയാം. ഞാൻ പറയാം. കഴിഞ്ഞോ? കഴിഞ്ഞു. യെസ്, എനിക്ക് പരിപാടി കൂടെ അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നാത്തിടത്തോളം കാലം കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇതിന്റെ ഗൗരവതരമായ അപകടത്തെ എത്തിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു. SK സജീഷ്, മറുപടി താങ്കൾക്കുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. ഒരു കാര്യം,
നിങ്ങൾ ഈ ആമയും പന്തയം വെക്കുന്ന പോലെയാണോ രാഷ്ട്രീയ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്? 26-ാം തീയതി ഉണ്ടായ ഒരു വിഷയത്തിൽ സജീഷ് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഹെഡ്മാസ്റ്ററുടെ കുപ്പായം എടുത്തിട്ടല്ല ആർക്കൊരു സംവിധാനമില്ലേ? ഒരു കാര്യം നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം. പരിപാടി നടത്തുക നിങ്ങൾ അങ്ങനെ നടത്തിയാൽ മതി. പക്ഷേ നിയമസഭയിൽ വന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കരുത്. അത്രേ പറയാനുള്ളൂ. കേരളത്തിന്റെ നിയമസഭയിൽ ഇതുവരെ ഈ ഗവൺമെന്റ് മുമ്പ് ആകെ അവതരിപ്പിച്ച 17 അടിയന്തര പ്രമേയങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത്. അതിലൊന്നായി ഈ നിയമസഭയിൽ കുറെ അംഗീകരിച്ചു. അതിലൊന്നായി ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഇത് എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കാര്യം? വീഡിയോ എങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാർ പ്രതികരിച്ചോ? നിങ്ങൾ കേസ് കൊടുത്തോ? KPCC കേസ് കൊടുത്തോ? KPCC കേസ് കൊടുത്തോ? അടിയന്തര പ്രമേയം അവതരിപ്പിച്ച സണ്ണി ജോസഫ് കേസ് കൊടുത്തോ? കൊടുത്തില്ലല്ലോ. നിങ്ങളുടെ കേസ് ഗവൺമെന്റിനെതിരാണോ? നിങ്ങളുടെ കേസ് BJPക്കെതിരാണോ? അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാഞ്ഞത് അടിസ്ഥാനപരമായ രാഷ്ട്രീയ വിഷയം അവതരിപ്പിക്കുന്നതിനപ്പുറം അതിലും സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു ഉപായം തേടലായി ഈ അടിയന്തര പ്രമേയത്തെ പ്രതിപക്ഷം കാണുകയായിരുന്നു. ഈ ചോദ്യമാണ് ഈ ചർച്ചകളിൽ വളരെയധികം മുഴച്ചു നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കൊലവിളിയിലൂടെ ഗൗരവമായ നിലയിൽ ഒരു വിഷയം പ്രശ്നം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിഞ്ഞോ? പകരം അവിടെയും അതിൻ്റെ പേരിലും സർക്കാരിനെ ആക്ഷേപിക്കാൻ, വിമർശിക്കാൻ ഒരവസരം എന്ന നിലയിലേക്ക് പരിമിതപ്പെട്ട് കോൺഗ്രസ് ഈ വിഷയത്തെ കണ്ടിടത്താണോ കോൺഗ്രസിന് ഈ അടിയന്തര പ്രമേയവും പാളിയത് എന്ന രാഷ്ട്രീയ ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വളരെയധികം നന്ദി 3 പേർക്കും സഹകരിച്ചതിന്.